കർത്താവിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇങ്ങനെ ഒരു പ്രത്യേകമായ സമയം ദൈവം നമുക്ക് ഒരുക്കി തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for giving us an opportunity once again to praise and give glory to God. നമ്മുടെ ഈ കൺവെൻഷന്റെ 3-ാം ദിന രാത്രിയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ആഗതരായിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കും. Once again we express our loving greetings in the name of our Lord Jesus Christ for accepting our invitation and coming to take part in the third night of this convention. ദൈവത്തിന് അസാധ്യമായത് ഒന്നും ഇല്ലല്ലോ എന്ന് തിരുവചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് കഴിഞ്ഞ രാത്രികൾ ദൈവം ശ്രവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുകയുണ്ടായി. The past nights God helped us to learn from the scripture portion. For God nothing is impossible. ദൈവത്തിന് അസാധ്യമായത് ഒന്നും ഇല്ല എന്നതായ ഒരു അനുഭവ സാക്ഷ്യം നാം ഇന്ന് രാത്രി ശ്രവിക്കുവാനിടയായി തീരും. Tonight we also heard a testimony that nothing is impossible with our God. മനുഷ്യൻ പ്രതികൂല സാഹചര്യത്തിൽ ആദ്യമായിട്ട് അവൻ ദൈവത്തെ അല്ല അന്വേഷിക്കുന്നത്, അവൻ ദൈവത്തിൽ നിന്നും മറ്റുള്ളതായ അല്ലെങ്കിൽ ആശ്രയത്തിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നു. In the midst of problems, the first thing man does is to seek for a solution with other resources. കാരണം ദൈവമായിട്ടുള്ളതായ ബന്ധത്തിൽ അവന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളോ വിടുതലോ പ്രാപിക്കുവാനായിട്ട് അവനെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്നും ദൂരമായി കൊണ്ടേയിരിക്കുന്നത്. Because man is unable to receive the blessings of the deliverance from God, the man is slowly moving away from God to seek for solution. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യനും തന്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യം ഉണ്ടായപ്പോൾ ആദ്യമായി അവൻ സ്വയം പരിശ്രമത്തിലേക്ക് പോകുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ച് പഠിക്കുവാൻ സാധിക്കും. When we read from Genesis chapter 3, we can understand when man was faced with a problem, instead of going to God, he was trying to find a solution by himself. എന്നാൽ അവന്റെ പരിശ്രമങ്ങൾ ഒന്നും അവന്റെ ജീവിതത്തിൽ അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് മുഖാന്തരമായി തീർന്നിട്ടില്ല. But all his efforts did not have any effect or provide any deliverance for his problems. ഇന്നും മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ സ്വയമായി പരിശ്രമിച്ച് വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു, അവസാനമായി അവൻ പരാജയപ്പെട്ടു പോകുന്നു. Even today, man, for all his problems, trying to, by his own efforts, trying to find a solution, but finally he is ending up in failure. എന്നാൽ അവൻ പരാജയപ്പെട്ടു പോകുമ്പോൾ അവൻ നിരാശയിൽ തള്ളപ്പെടുന്നു, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നതായ സമയത്ത് അവൻ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം അവന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. But in the midst of failure, and if he is in a position of being discouraged in every means, then if he trusts in God, the God is able to deliver him. ഇന്ന് രാത്രി ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കുവാനും വിടുവിക്കുവാനും കർത്താവായ യേശുവിന് കഴിയും എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? Today, if you are hearkening to our voice, how many of you believe that if you trust in God, the Lord is able to deliver you from all your problems? കഴിഞ്ഞ ദിനങ്ങളിൽ നാം ദൈവവചനത്തിൽ നിന്ന് ശ്രവിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ ജീവിതത്തിൽ എല്ലാം തീർന്നു അവസാനിച്ചു എന്ന് ഒരുപക്ഷെ നാം വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. Perhaps as we heard in the past nights, you might think that everything has come to an end in your life. ഇനി മുൻപോട്ട് എനിക്ക് കടന്നു പോകുവാൻ കഴിയാത്തതായ ഒരു സാഹചര്യമെന്ന് നാം ചിന്തിച്ചുകൊണ്ടിരിക്കാം. You may think that the situation is not favorable for me to go forward anymore. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു, ഇനി എനിക്ക് ഒരു രക്ഷയില്ലല്ലോ, എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ വിടുതലില്ലല്ലോ എന്ന് നാം ഭാരപ്പെടുന്നവരായിരിക്കാം. Perhaps you may be in a burdened state thinking that there is no deliverance in my life or in my family or in the life of my child. മാനുഷികമായ കരങ്ങളൊക്കെയും ഒരുപക്ഷെ നമ്മെ കൈവിട്ട് കളഞ്ഞു എന്നും വരാം. Perhaps the human hands must have already forsaken us. എന്നാൽ ഒരിക്കലും നമ്മെ കൈവിട്ട് കളയാത്തതായ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവനായ ദൈവം ഇന്ന് രാത്രിയും നമ്മുടെ നടുവിലുണ്ട്. But the Lord who will never forsake us and will do wonders and miracles for us is in our midst tonight. തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന്. When we go through the scriptures, the Lord says, I will never leave thee nor forsake thee. ഇന്ന് രാത്രി എന്നെ കൈവിട്ട് കളയാത്തതായ ഒരു ദൈവം ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? Tonight, how many of you believe I have a God who will never forsake me? എത്രയോ സാഹചര്യം
സാഹചര്യങ്ങളിൽ മനുഷ്യൻ നമ്മെ കൈവിട്ടപ്പോൾ ദൈവത്തിന്റെ കരം മാത്രമേ നമ്മെ താങ്ങിയുള്ളൂ. Many times when men failed us, only the hand of God that did not forsake us. യെശയ്യാ പ്രവചനം 41-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം, എന്റെ നീതിയുള്ള കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. In Isaiah chapter 41 verse 10, the Lord says, I will help thee, I will strengthen thee, I will uphold thee with the right hand of my righteousness. ദൈവം തീർച്ചയായും നമ്മെ സഹായിക്കുന്നവനാണ്, നമ്മെ ശക്തീകരിക്കുന്നവനാണ്, തന്റെ നീതിയുള്ള കരം കൊണ്ട് നമ്മെ താങ്ങുവാൻ ശക്തനായ ദൈവമാണ്. Surely our God is able to help us, is able to strengthen us, and he is upholding us in the hand of his righteousness. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ കരങ്ങളിൽ നാം ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കാം. പ്രിയമുള്ളവരെ, Beloved, let us trust in that Lord and be in the presence of God tonight. ഒരു കഴുകനെ സംബന്ധിച്ച് തന്റെ കുഞ്ഞുങ്ങളെ ചുമക്കുന്നത് പോലെ വഹിക്കുന്നത് പോലെ ദൈവം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തിയെന്ന് നമുക്ക് കാണാം. We see that as an eagle carrieth its young ones, so the Lord led the children of Israel through the wilderness. എന്നെയും നിങ്ങളെയും കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ഈ മരുഭൂമി യാത്രയിൽ വഹിച്ചുകൊണ്ടേയിരുന്നു. Even in our life, in the past days, the Lord led us in this wilderness. എത്രയോ പരീക്ഷകൾ വന്നു, പരിശോധനകൾ വന്നു. We had to face many trials and temptation in our life. എത്രയോ പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിന് നേരെ കടന്നു വന്നു. Many difficult situations arised against our life. എത്രയോ പ്രാവശ്യം നാം മുങ്ങി താണുപോകാവുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതയാത്രയിൽ ഉയർന്നു വന്നു. In our life journey, we faced a situation where we would have sunk deep in the പലതരത്തിലുള്ളതായി നിരാശയും ദുഃഖവും ജീവിതത്തെ അലട്ടുവാൻ തുടങ്ങി. Many times sorrows and discouragements troubled our life. നമ്മുടെ വിശ്വാസ കപ്പൽ നേരെ ശക്തമായ കൊടുങ്കാറ്റും തിരമാലകളൊക്കെയും ആഞ്ഞടിച്ചു കൊണ്ടിരുന്നു. There was tempest and storms against our faith, the ship of faith. മുൻപോട്ട് പോകുവാൻ കഴിയുമോ എന്നതായി ചിന്ത നമ്മെ പലപ്പോഴും ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നു. Many times we were troubled in our heart, thinking that will we be able to go forward. ദൈവമായിട്ടുള്ളതായ ബന്ധത്തിൽ നിന്ന് നാം അന്യപ്പെട്ടു പോകുമോ എന്ന ഭയം നമ്മെ അലട്ടി തുടങ്ങി. We were troubled by the fear that we may depart from God and go far away. എന്നാൽ നമ്മെ വിളിച്ചവനായ ദൈവം വിശ്വസ്തനായിരുന്നു. But the Lord who called us, he was faithful. കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തുവാൻ അവൻ വിശ്വസ്തനായിരുന്നു. In the past days, he was faithful to lead us. നമ്മുടെ പ്രതികൂല സാഹചര്യത്തിൽ ദൈവം നമ്മെ കൈവിട്ട് കളഞ്ഞില്ല. In the midst of our difficulties, he did not forsake us. ലോകത്തിൽ കർത്താവ് നമ്മെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. In the times of sickness, he did not forsake us. പലവിധമായ പ്രതികൂലങ്ങൾ വന്നപ്പോൾ ദൈവം നമുക്ക് അനുകൂലമായിരുന്നു. When many situations and troubles came against us, the Lord was favorable unto us. ഇന്ന് രാത്രികാലം ആ ദൈവത്തെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ നാം എത്ര പേർ ആഗ്രഹിക്കുന്നു? Tonight, how many of you desire to give glory and praise unto that same God? നമുക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് പറയാം, എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല, അവൻ ഉപേക്ഷിക്കുകയില്ല എന്ന്. Once again, let us lift up our hands and say, my Lord will not leave me or not forsake me. ഒരുപക്ഷെ ഏതെങ്കിലും പ്രശ്നങ്ങൾ മുഖാന്തരം ദൈവം കൈവിട്ടു എന്നതായി ചിന്ത ആരുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ വചനത്തെ നിങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന വാഗ്ദത്തം ഏറ്റുപറയുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സമാധാനവും സ്വസ്ഥതയും കടന്നു വരും. If for any reasons of problem in your life, if you think the Lord has forsaken me tonight, if you confess this problem, my Lord will not leave me or forsake me, today you will receive a peace in your heart. എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല എന്ന് പറയുമ്പോൾ തന്നെ ദൈവമക്കൾ ബലം പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. As the children of God keep on confessing, my Lord will not forsake me, at the same time they are being ഈ strengthened. വർഷത്തിന്റെ അവസാന അതേ ദിവസങ്ങളോട് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. We have come to the last days of this year. ഈ വർഷത്തിന്റെ അവസാന ദിവസം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ എന്തുമാത്രം പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ, പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. As we come to the close of this year, if we turn back and see how many trials, difficulties and sufferings we have to face in our life. യോശുവ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. Therefore Joshua said, I and my household, we will serve the Lord. എന്തുകൊണ്ടാണ് അവന്റെ ഉപകാരങ്ങളെല്ലാം താൻ എടുത്ത് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നത് നമുക്ക് കാണാം. We can see he was telling about all the benefits the Lord rendered unto him. ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറക്കാത്തവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ കഴിയും. Only the people who will not forget the benefits of the Lord will be able to praise God. അവർക്ക് ദൈവസന്നിധിയിൽ മൗനമായിരിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. They can never be silent in the presence of God. ഒരുപക്ഷെ നമ്മുടെ അടുത്തിരിക്കുന്നവർ മൗനമായിരുന്നാലും ദൈവം ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ നാം അറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോകും. Even though people who are seated by our side may be silent, but because remembering the goodness of God, ദൈവം നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ
ചെയ്യുവാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് നാം പറയുവാൻ തുടങ്ങും. And we will say, for all the wonderful ways the Lord has led me, I cannot keep silent but give glory to God. അവന്റെ ഉപകാരങ്ങളെ ഓർക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഒരു അല്പസമയം നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. All those who remember the benefits of the Lord, lift up your hand and keep praising God for some time. ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവത്തിന്റെ മഹത്വത്തെ നാം പ്രാപിക്കുകയാണ്. As we keep on giving glory and praise to the Lord, we will receive the glory of God. ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. As we keep on praising our Lord, the presence of God will come into our heart. ഇന്ന് രാത്രി ഈ പന്തൽ ദൈവ സാന്നിധ്യത്താൽ നിറയട്ടെ. Let this pandal be filled with the presence of God. നിന്റെ ഹൃദയം ദൈവ സാന്നിധ്യത്താൽ നിറയട്ടെ. Let your heart be filled with the presence of God. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ When the presence of God will come upon us, ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. the word of God says like this. ഒരു പർവ്വതമുണ്ടെങ്കിൽ അത് മെഴുകുപോലെ ഉരുകിപ്പോകുമെന്നാണ്. The word of God says, even a mountain will melt like a wax. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നിന്റെ ജീവിതത്തിന് മുൻപിലുള്ള പർവ്വതങ്ങളെല്ലാം അത് ഉരുകിപ്പോകും, അത് മെൽറ്റായി പോകുകയാണ്. When the presence of God will come upon you, all the problems which are like a mountain before you will melt like wax before you. മീറ്റിംഗിന് വരുമ്പോൾ നീ ചില പ്രശ്നങ്ങളെ കണ്ടിട്ടായിരിക്കാം വന്നത്. When you came for this meeting, you might have come with certain problems in your ചില life. പ്രതികൂലങ്ങളെ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടായിരിക്കും വന്നത്. You might have seen certain difficulties in your life. എന്നാൽ ദൈവ സാന്നിധ്യത്തിന്റെ ഉള്ളിലേക്ക് നീ വന്നു കഴിയുമ്പോൾ, But when you come into the presence of ഈ God, ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തെ വിടുവിക്കുവാൻ പര്യാപ്തമായതാ. this presence of God is able to deliver from all your problems. ഇന്ന് രാത്രി ആത്മാവെല്ലാം ദൈവ സാന്നിധ്യം അനുഭവിക്കാം. Let in the spirit, let us enjoy the presence of God. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കാം. By praising God, let us enjoy the presence of God. എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കട്ടെ. Let every tongue give glory to God. എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. Let everyone give praise unto God. ദൈവത്തെ സ്തുതിച്ച് ദൈവ സാന്നിധ്യത്തിലായിരിക്കാം. Let us praise God and be in the presence of God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇന്ന് രാത്രി നാം വീണ്ടും തിരുവെടുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. Once again, let us turn our attention to the word of God. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം വായിച്ചിട്ട് അതിന്റെ 35-ാം വാക്യം വായിക്കാം. Let us read Gospel of Luke chapter 1 verse 37 and after that 35. വായിക്കാം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. With God nothing shall be impossible. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാണ്. Our God is one who makes impossible things as possible. കഴിഞ്ഞ 2 രാത്രിയിലും ദൈവം എങ്ങനെയാണ് അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്നത് എന്ന് തിരുവെഴുത്തിൽ കൂടെ നമുക്ക് ചിന്തിക്കുവാനിടയായി. In the past 2 nights we meditated that how the Lord is turning the impossible things into possible. മനുഷ്യന്റെ ജീവിതത്തിൽ അസാധ്യമായിട്ട് പല ജീവിതയാത്രയിൽ പല പ്രതികൂലങ്ങളും പല സാഹചര്യങ്ങളും ഉയർന്നു വരുന്നത് നമുക്ക് കാണാം. In the life of man we can see in his journey he may have to face trials and difficulties which are becoming impossible for him to overcome. ഇവിടെ ദൈവത്തിന്റെ ദൂതൻ തന്നോട് ദൈവത്തിന്റെ ആലോചന അറിയിച്ചപ്പോൾ, When here the angel gave the counsel of God unto her, ഇത് എങ്ങനെ സാധിക്കും എന്നതായ ഒരു ചിന്ത തന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണാം. in her mind there was a question how this will come to pass. അപ്പോഴായിരുന്നു ദൈവത്തിന്റെ ദൂതൻ പറയുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. And at that time only the angel said, for God nothing is impossible. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ മനുഷ്യൻ ചിന്തിക്കുന്നതായ അല്ലെങ്കിൽ അവന്റെ ആത്മീക ജീവിതത്തിൽ തന്നെ ഇത് എങ്ങനെ സാധ്യമാകും എന്ന് ചിന്തിക്കുന്നതായ പല അനുഭവങ്ങളുണ്ട്. Even in the life of man we can see there are times when he thinks in spiritual life how this will come to pass. 1-ാം ദിവസത്തിൽ നാം വായിച്ചു കേട്ടത് ഒരു മനുഷ്യന്റെ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അത് മനുഷ്യർക്ക് അസാധ്യം എന്ന് ചിന്തിക്കുന്നതായ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു വരികയായിരുന്നു. On the first day we heard that when about the salvation of mankind, man will think how it is possible by human being. മനുഷ്യൻ എങ്ങനെ രക്ഷിക്കപ്പെടുമെന്നാണ് ഒരു ചോദ്യം അവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. There we were able to see a question, how can a man be saved? അത് മനുഷ്യർക്ക് അസാധ്യമാണെങ്കിലും ദൈവത്തിന് സാധ്യം. Though that is impossible with man, it is possible with God. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല. A man cannot save another man.
ഒരു മനുഷ്യന് മറ്റുള്ളവന്റെ പാപത്തിൽ നിന്ന് അവനെ വിമോചിക്കുവാൻ സാധിക്കുകയില്ല. A man cannot deliver another man from his sins. ഒരു മനുഷ്യന് മറ്റുള്ളവന്റെ പാപത്തെ ക്ഷമിക്കുവാൻ അവന് അധികാരം ലഭിച്ചിട്ടില്ല. A man does not have an authority to forgive the sins of other man. ഒരു മനുഷ്യൻ മറ്റുള്ളവന്റെ പാപത്തിന് വേണ്ടി തന്റെ രക്തം ചൊരിഞ്ഞ് അവനെ വീണ്ടെടുക്കുവാൻ കഴിയുന്നതല്ല. A man cannot shed his own blood to redeem another man. അതുകൊണ്ടാണ് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്, നാം രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. For we read in the scripture, for us to be saved there is no other name given except the name of Jesus Christ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്നവനും മനുഷ്യർക്ക് അസാധ്യമായതിനെ ദൈവം സാധ്യമാക്കി തരുന്ന ദൈവമാണ്. Our God is one who makes the impossible things possible. What is impossible with man is possible with God. അത് ദൈവത്തിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കി തരുന്നു. When a man believes in that, and when in the life of man who believes, the Lord makes impossible things possible. കഴിഞ്ഞ രാത്രിയിലും ആ തിരുവെഴുത്തിനെ ആസ്പദമാക്കി ചില ആത്മീക സത്യം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. Last night also the Spirit of God reminded based on the same words about the truth. ദൈവത്തെ വിശ്വസിക്കുന്നതായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർജ്ജീവത്വത്തെ ദൈവം മാറ്റിയിട്ട് അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ദൈവം നിവർത്തിച്ചു തരികയാണ്. In the life of a man who believes in God, he removes the deadness of his life and gives a life into his life. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ നാം അനവധിയായ അനുഗ്രഹങ്ങളും വിടുതലും നന്മയും നമുക്ക് പ്രാപിക്കാം. Through the promises of God we can receive many goodnesses and blessings from God. ഇന്ന് രാത്രി അസാധ്യങ്ങളെ ദൈവം എങ്ങനെയാണ് സാധ്യമാക്കി തരുന്നത് എന്നതായ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഒരിക്കൽ കൂടെ താല്പര്യപ്പെടുകയാണ്. Once again I want to draw your attention where the Lord will change the impossible things into possible. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിശ്വാസത്താൽ രക്ഷയെ പ്രാപിക്കുന്നു. വിശ്വസിച്ച് അവൻ ജലസ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിനോട് ചേരുന്നു എന്ന് കഴിഞ്ഞ രാത്രി നമുക്ക് ചിന്തിക്കുവാനിടയായി തീരുന്നു. In the past night we see by faith a man is able to receive salvation, and by believing he is able to surrender himself for the water baptism. എന്നാൽ മനുഷ്യർക്ക് അസാധ്യമായതിനെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സാധ്യമാക്കി തരുന്നു എന്ന് തിരുവെഴുത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയും. But from the word of God we can also understand what is impossible by man is made possible by the Holy Spirit. അതുകൊണ്ടാണ് 35-ാം വാക്യത്തിൽ നാം വായിച്ചത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. That is why we read in the 35th verse that the Holy Ghost shall come upon thee. ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അസാധ്യങ്ങളെല്ലാം അത് സാധ്യമായി തീരും. Then the Holy Ghost comes upon a person, all those impossible things in his life will be made possible. സക്കറിയ പ്രവചനം 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ, Let me turn our attention to the book of Zechariah. അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. In the 4th chapter we can see, not by power, not by might, but by my spirit it is possible. ശക്തിയാലോ സൈന്യത്താലോ ഒരു മനുഷ്യന്റെ ശക്തി കൊണ്ടോ അല്ല എന്ന് തിരുവെഴുത്ത് പറയുകയാണ്. The word of God clearly says it is not by the might of a man or by the power of a man. സൈന്യത്താലോ ശക്തിയാലോ അല്ല എന്ന് തീർത്ത് തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. ഒരു മനുഷ്യന്റെ ശക്തി കൊണ്ടോ അവന്റെ സൈന്യത്തിന്റെ ബലം കൊണ്ടല്ല, എന്റെ ആത്മാവിനാൽ അത്രേ. Here we clearly read that not by the might or power of a man, nor by the strength of his host, but only by the Spirit of God. മനുഷ്യർക്ക് അസാധ്യമായതിനെ ദൈവത്തിന്റെ ആത്മാവ് സാധ്യമാക്കി തരും. What is impossible for man is made possible by the Holy Spirit of God. മനുഷ്യ ജീവിതത്തിൽ അസാധ്യമായതിന് പലതും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ അസാധ്യമായതിനെ ദൈവം സാധ്യമാക്കി തരുന്നു. What are the things which are considered impossible in the life of man? When the Holy Spirit comes upon him, that is made possible in his life. ദൈവത്തിന്റെ ആത്മാവ് സെരുബാബേലിനോട് പറയുന്നു, എന്റെ ആത്മാവിനാലത്രേ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. And the Lord said to Zerubbabel, by my spirit it is possible. എന്താണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് സെരുബാബേലിന് വേണ്ടി ചെയ്തിരിക്കുന്നത്? What did the Spirit of the Lord do for Zerubbabel? ഒരു ദൈവവൈതൽ ആത്മീകമായ അടിസ്ഥാനമിടുമ്പോൾ, ആത്മീകമായ ജീവിതത്തിൽ മുൻപോട്ട് കടന്നു വരുമ്പോൾ, When a child of God lays a spiritual foundation and is progressing in his spiritual life, ജീവിതത്തിൽ അതുവരെയും കാണാത്തതായ ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉയർന്നു വരികയാണ്. perhaps he may have to face with trials and difficulties which he has never seen before. ദൈവത്തിന്റെ ആലയത്തിന്റെ അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് ഇതാ
ഒരു വലിയ പർവ്വതം തന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്നത് താൻ കാണും. Before the foundation of the temple of God was laid, there was a great mountain before Zerubbabel. നമ്മുടെ ആത്മീക ജീവിതത്തിലും ആത്മീകമായി മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ താല്പര്യപ്പെടുമ്പോൾ ഉയർന്നു വരുന്നതായ ചില പർവ്വതങ്ങളെ നമുക്ക് കാണാം. Even in our life or in our spiritual life, when we want to progress further, you may see many mountains coming up. ആത്മീകമായ അനുഗ്രഹത്തിന് തടസ്സമായി എന്തെല്ലാം ഉയരുന്നുവോ അതെല്ലാം ഒരു പർവ്വതമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. All those things that are rising against our spiritual life, they may appear to be as mountains. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. സെരുബ്ബാബേലിന്റെ മുൻപിൽ ഒരു മഹാപർവ്വതം ഉയർന്നു നിൽക്കുന്നു. Even before Zerubbabel, there was a great mountain. ഈ പർവ്വതത്തിന് ഇപ്പുറമായിട്ടാണ് സെരുബ്ബാബേൽ ആയിരിക്കുന്നത്. And the Zerubbabel is on the other side of the mountain. എന്നാൽ ദൈവത്തിന്റെ ആലയത്തിന്റെ അടിസ്ഥാനം ഇടേണ്ടത് ആവശ്യമാണ്. But it was essential to lay the foundation of the temple of God. ദൈവസഭയുടേതായ അടിസ്ഥാനത്തെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ, When we learn about the foundation of the church of God, ദൈവസഭയുടേതായ അടിസ്ഥാനത്തിനെതിരായി പല കാലഘട്ടങ്ങളിലും ശത്രു പ്രവർത്തിച്ചതായി നമുക്ക് കാണാം. we can see in different ages the enemy was working against the foundation of the church of God. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ When a child of God receives the anointing of the Holy Spirit, അവൻ ക്രിസ്തുവിലും ക്രിസ്തു അവന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. the word of God teaches that he is in Christ and Christ will be in him. അതുവരെയും ഉയരാത്തതായ പ്രതികൂലങ്ങൾ അതേ ജീവിതത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ, And then he starts facing big problems which he has never seen before. ഈ പ്രതികൂലങ്ങളെ എങ്ങനെ അവർക്ക് മറികടന്ന് മുൻപോട്ട് പോകുവാൻ സാധിക്കും? How can we overcome all these problems and go forward? എവിടെ നോക്കിയാലും ഈ പ്രതികൂലങ്ങളെ മറികടക്കുവാൻ ഒരു മനുഷ്യന്റെ ശക്തി കൊണ്ട് സാധ്യമല്ല. Wherever we see, it is impossible for man to pass over this problem with his own might. ദൈവം നേരിട്ട് തന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. Therefore the Lord directly spoke to him. ഈ പർവ്വതത്തെ എങ്ങനെ മറികടക്കുമെന്ന് താൻ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ, When he was wondering how he is going to pass over this mountain, ദൈവം പറഞ്ഞു, എന്റെ ആത്മാവിനാൽ ഈ പർവ്വതം സമഭൂമിയായി ആയിത്തീരുമെന്ന് ദൈവം പറയുകയുണ്ടായി. the Lord said unto him, by my power this mountain will be made plain. നീ ആത്മീകമായി മുൻപോട്ട് പോകുന്നതിന് എന്താണ് തടസ്സം നിന്റെ മുൻപിൽ? What is the hindrance that is before you for you to progress in your spiritual life? ആത്മീകമായ അടിസ്ഥാനം ഇടുന്നതിന് എന്താണ് നിന്റെ മുൻപിൽ തടസ്സമായിരിക്കുന്നത്? What is the obstacle that you are facing for you to lay the foundation നിന്റെ of spiritual life? ഭവനത്തിലുള്ളവരാണോ നിനക്ക് തടസ്സം? Is it the family members? പാരമ്പര്യ ശക്തിയാണോ നിനക്ക് തടസ്സം? Or is it the traditional powers? ആത്മീകമായ അനുഗ്രഹം പ്രാപിക്കുന്നതിന് തടസ്സമായി എന്താണ് ഉയർന്നിരിക്കുന്നത്? What is the obstacle that has risen to receive നിന്റെ against ഉള്ളിൽ ഒരു us? ആഗ്രഹമുണ്ട് യഥാർത്ഥമായി ദൈവസഭയോട് ഐക്യപ്പെടണമെന്ന്. You have a desire deep in your heart that you want to have a fellowship with the true church. യഥാർത്ഥമായ അടിസ്ഥാനത്തിൽ പണിയപ്പെടണമെന്ന ആഗ്രഹം നിന്റെ ഉള്ളിലുണ്ട്. You want to have a desire to be built upon a foundation. യഥാർത്ഥമായ സത്യം നീ ബൈബിൾ വായിച്ചപ്പോൾ നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. When you read the word of God, you understand the truth. ദൈവത്തിന്റെ വചനം നിന്നോട് വാദിച്ചുകൊണ്ടേയിരിക്കുന്നു. And the word of God is speaking to you. നാളുകളായി നീ സത്യസഭ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. And for many days you are seeking for the true church. എന്നാൽ നിന്നെ തടയുന്നതായ ചില പർവ്വതങ്ങൾ നിന്റെ മുൻപിലുണ്ട്. But there are certain mountains which are causing hindrance to you. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് വ്യക്തമായി ഇടപെടുകയാണ്. But tonight the Spirit of God is dealing with you. സെരുബ്ബാബേലിനോട് സംസാരിച്ച ദൈവം, The Lord who spoke to Zerubbabel. എന്റെ നമ്മുടെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിത, Oh, my friend who is listening to our voice. ഒരുപക്ഷെ നീ ഭവനത്തിലായിരുന്ന് ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കാം. Perhaps you are at your home and listening to this voice. ദൈവമേ, എനിക്ക് ഒരു ആത്മീക സഭയോട് ഐക്യപ്പെടണം. Oh Lord, I want to join together with the true church of യഥാർത്ഥമായ God. സത്യത്തിലേക്ക് ഞാൻ മുൻപോട്ട് കടന്നു വരും. I want to come forward into the truth. നിന്റെ ഉള്ളിലെ ഇങ്ങനെയുള്ള ആഗ്രഹം നിന്നെ ഈ ദിവസങ്ങളിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നു. In these days your heart is troubled with this thought. എന്നാൽ ഉയർന്നിരിക്കുന്ന പർവ്വതം നിന്നെ തടയുകയാണോ? But there are mountains which are hindering you. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ ആത്മാവിനാൽ ആ പർവ്വതത്തെ ഞാൻ സമഭൂമിയാക്കി തീർക്കാം. But the word of God says, I will change by my spirit the mountain will be made plain. തന്റെ മുൻപിലുള്ളതായ പർവ്വതം സമഭൂമിയായി തീരണമെങ്കിൽ, If that mountain has to turn to plain, ഈ പർവ്വതം ഭൂമിക്കുള്ളിലേക്ക് ഇറങ്ങിച്ചല്ല. this mountain must sink deep into the earth. ഒരു വലിയ പർവ്വതത്തെ ഭൂമിക്ക് ഉള്ളിലേക്ക് അമർത്തി പിടിക്കണമെങ്കിൽ, അതിലേക്ക് അത് പിടിച്ച് താഴ്ത്തണമെങ്കിൽ എത്രമാത്രം ശക്തി ഉണ്ടെങ്കിലേ സാധിക്കൂ. If someone has to push down this mountain to sink into the earth, how much of power and might is needed? സകലത്തെയും കീഴ്പ്പെടുത്തുന്ന
ദൈവത്തിന്റെ ശക്തിക്ക് മാത്രമേ എല്ലാ പർവ്വതത്തെയും സമഭൂമിയാക്കുവാൻ സാധിക്കുകയുള്ളൂ. Only by the power of the Holy Spirit of God, which has the power to subdue all things, can push down this mountain below the earth. മുൻപോട്ട് നടക്കുവാൻ കഴിയാതെ, മുൻപോട്ട് പോകുവാൻ കഴിയാതെ, മുൻപോട്ട് കാണുവാൻ കഴിയാതെ ഉയർന്നിരുന്നതായ പർവ്വതം, The mountain which was as an obstacle for you to go forward or look forward, ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാൽ അത് സമഭൂമിയായി തീരുകയാണ്. but now by the working of the Spirit of God, it has become a plain. ഇന്ന് രാത്രി നിന്റെ മുൻപിലുള്ളതായ മഹാപർവ്വതത്തെ ദൈവം സമഭൂമിയാക്കും. മുൻപോട്ട് കടന്നു പോകുവാൻ തടസ്സമായി നിൽക്കുന്നതായ പ്രതികൂലങ്ങളെ ഇനി നീ കാണുകയില്ല. Today the Lord is going to make that mountain by His Spirit into a plain. Henceforth you will not see the obstacle that was hindering you thereto. അത് നിന്റെ പരിശ്രമത്താൽ അത് ഒരിക്കലും സാധ്യമല്ല. By your own efforts it is impossible. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച ഓരോ ദൈവമക്കളുടെ മുൻപിലും ഉയർന്നിരിക്കുന്നതായ പ്രതികൂലങ്ങളുടെ മുൻപിൽ അവർ ഒരിക്കലും ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. For the children of God who have been anointed with the Holy Spirit, when you are faced with mountain-like problems, you should never fear or you should not be troubled. അത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും ആയിക്കൊള്ളട്ടെ, How much ever a serious or a severe problem it may be. മാനുഷിക രീതിയിൽ അത് ചിന്തിക്കുമ്പോൾ ഒരിക്കലും അത് സാധ്യമല്ല. From a human perspective it may look impossible. ഇന്ന് രാത്രിക്കാണ് But tonight, ദൈവത്തിന്റെ വചനത്തെ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, as we listen to the word of God, ഈ വചനത്തെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് as we hear the word of God, നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മുടെ മുമ്പിലുള്ളതായ പ്രതികൂലമായി ഉയർന്നിരിക്കുന്ന പ്രശ്നങ്ങളാകുന്ന പർവ്വതത്തോട് ഇന്ന് രാത്രി നാം കൽപ്പിക്കുവാൻ പോകുകയാണ്. tonight we are going to close our eyes and to command the mountain-like problems which are before us. നിന്റെ മുൻപിലുള്ളതായ പർവ്വതത്തോട് കൽപ്പിക്കുവാനുള്ള വിശ്വാസം ദൈവം നിനക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. The Lord is giving you the faith to command against the mountain which is standing before you. നിന്റെ ആത്മിക അനുഗ്രഹത്തിന് വിരോധമായി ഉയർന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മീതെ ദൈവം നിനക്കൊരു അധികാരവും ആധിപത്യവും നൽകി തരുന്നു. The Lord has given you an authority and power over the problems which are trying to hinder your blessing. പാതാളത്തിന്റെ ഗോപുരങ്ങൾ ഒരിക്കലും ദൈവത്തിന്റെ സഭയെ ജയിക്കുകയില്ല. The gates of hell can never prevail the church of God. നിന്റെ മുന്നിലുള്ള തടസ്സങ്ങളെ നീ ജയിക്കുക തന്നെ ചെയ്യും. You will definitely overcome the problems which are hindering. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ Then the Holy Spirit will come upon you. നിന്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, Whatever things you consider impossible in your life, എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, I cannot go forward with such a thought. എന്റെ മുൻപിൽ തടസ്സമാണല്ലോ എന്ന് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, In the matches where you are worried that it is a hindrance for me, എനിക്ക് ഈ പ്രതികൂലങ്ങളെ അതിജീവിപ്പാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, in matches when you think that it is impossible for me to overcome, ആ പർവ്വതം അല്പം കഴിഞ്ഞപ്പോൾ that mountain, when you see it after some time, സെരുബാബേലിന് മുൻപിൽ അത് താഴുവാൻ തുടങ്ങി. and before Zerubbabel started to come സെരുബാബേൽ down, നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ as Zerubbabel was looking at it, പർവ്വതത്തിന്റെ ഉയരം അത് ഭൂമിയിലേക്ക് താഴ്ന്നു തുടങ്ങുകയാണ്. and the height of the mountain was decreasing as it was going down. ഇന്ന് രാത്രിക്കാൽ Tonight, ദൈവത്തിന്റെ വചനം നിന്നോട് അറിയിക്കുമ്പോൾ, as we preach the word of God unto you, നീ കണ്ടതായ പർവ്വതം വിശ്വാസത്താൽ ദൈവത്തിന്റെ ആത്മാവിനെ ശക്തിയാൽ നിന്റെ മുൻപിൽ അത് താണു തുടങ്ങുകയാണ്. by faith, the mountain which was before you, by the Spirit of God is coming down and down. എത്രത്തോളം ദൈവാത്മാവിന് നീ ഇടം കൊടുക്കുന്നുവോ അത്ര വേഗത്തിൽ ഈ പർവ്വതം ഭൂമിയുടെ അടിയിലേക്ക് താണുപോകും. How much of time are you going to give the room for the Holy Spirit? That much it will അല്പം come down. കഴിയുമ്പോൾ അത് സമഭൂമിയായി നിന്റെ കാൽ കീഴിൽ വരാൻ പോകുകയാണ്. After some time it will be totally become a plain and it will be under your feet. ഏത് പർവ്വതത്തെ കണ്ട് നീ ഭയപ്പെട്ടുവോ, And whichever mountain you were afraid of, ഏത് പർവ്വതം നിനക്ക് തടസ്സമായിരുന്നുവോ, the mountain which was a hindrance for ആ you, പർവ്വതത്തെ നീ ചവിട്ടി മുന്നോട്ട് പോകുവാൻ അത് സമഭൂമിയാകും. now you are going to step over it and pass over because it അത് will be under എന്റെ your feet. ആത്മാവിനാണത്രേ. That is by my Spirit, says the Lord. ഇന്ന് രാത്രി ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുമ്പോൾ Then the Holy Spirit will work in you tonight. നീ ഭാരപ്പെടേണ്ട. Be not worried. വിശ്വാസ കണ്ണുകളെല്ലാം ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. Let us by faith of our eyes of faith, let us look at നിന്റെ മുന്നിൽ ഉയർന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, all the problems which are before
before you. അത് താണുകൊണ്ടേയിരിക്കുകയാണ്. As it is slowly coming അത് down. താണുകൊണ്ടേയിരിക്കുകയാണ്. As it's coming down. അത് താണുകൊണ്ടേയിരിക്കുകയാണ്. As it is coming down. അഭിഷേകം വരുന്നോറും When the Spirit of God ദൈവത്തെ comes, വിശ്വസിക്കുന്നോറും when you believe in God, നിന്റെ രോഗമാകുന്ന പർവ്വതം the sickness which is the mountain for you, മുൻപോട്ട് നിന്നെ കടത്തിവിടുവാൻ കഴിയാതെ തടസ്സപ്പെടുന്ന പ്രശ്നങ്ങൾ, all the problems which is not allowing you to go ഈ forward, ആത്മീക കണ്ണുകൾ കൊണ്ട് ദർശിച്ചാട്ടെ. by your eyes of spirit look at it, അതിന്റെ ശക്തി ഇല്ലാതെയാകുന്നു. and the power is diminished. ഇത്രയും വലിയ പർവ്വതം അത് ഭൂമിയുടെ ഉള്ളിലേക്ക് താണു തുടങ്ങുന്നു. Such a great mountain is going or sinking into the അത് earth. താണു ഇല്ലാതെയായി തീരാൻ പോകുകയാണ്. As it is coming down, it's going to become nothing. അതിനെ നീ ചവിട്ടുവാൻ പോകുന്നു. Now you are going to step over it, അത് കടന്നുപോയി നീ ദൈവത്തിന്റെ ആലയത്തിന്റെ അടിസ്ഥാനം ഇടാൻ പോകുന്നു. and you are going to pass over it with ലോകത്തിലെ ഒരു ശക്തിക്കും അതെ തടയുവാൻ കഴിയുന്നതല്ല. no power in the earth will be able to stop it. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാണ്. Our God is one who makes all those impossible things possible. സൈന്യത്താലും അല്ല, ശക്തിയാലും അല്ല, എന്റെ ആത്മാവിനാലത്ര. Not by might, not by power, but by my spirit, says the Lord of hosts. ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകുമ്പോൾ അസാധ്യമെല്ലാം സാധ്യമായി കൊണ്ടിരിക്കും. When the operation of the Holy Spirit takes place in us, all those impossible will become possible. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങിയാൽ അവിടെ അസാധ്യങ്ങൾ സാധ്യമായി തീരുമെന്ന് തെളിയിക്കുവാൻ അനവധിയായ വചനങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കൂടെ പഠിക്കുവാൻ From സാധിക്കും. the scriptures we can see so many examples and words that prove that by the Spirit of God we can overcome all the problems. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഒരു പ്രവചന പുസ്തകത്തിൽ 37-ാം അധ്യായത്തിന്റെ 1 തുടങ്ങിയുള്ള വാക്യം നാം വായിക്കുമ്പോൾ, When we read in the Old Testament a prophetical book from the 37th chapter onward, ഇസ്രായേൽ ജനത്തിന്റെ നിരാശപ്പെട്ടതായ ഒരു അവസ്ഥയെ സംബന്ധിച്ച് ഹിസ്കിയാവ് 37-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. we can see the discouraged state of the people of Israel from Ezekiel chapter 37 from 1 to 3. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് അവൻ, യഹോവയെ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഉത്തരം പറയുവാൻ തനിക്ക് വേണ്ടതുപോലെ സാധിക്കാത്തതായ ഒരു സാഹചര്യമാണ് നമുക്ക് അവിടെ കാണുന്നത്. Here we can see he was unable to give a proper answer. അസ്ഥികൾ നിറഞ്ഞതായ ഒരു താഴ്വരയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനെ കൊണ്ടുപോകുന്നു. Because the prophet was taken to a valley filled with full of bones. അസ്ഥികൾ നിറഞ്ഞതായ താഴ്വരയിലേക്ക് പ്രവാചകനെ കൊണ്ടു നിർത്തിയിട്ട് ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ദൈവം തന്നോട് ചോദിക്കുകയാണ്. After taking this prophet to the valley filled with bones, the Lord asked unto the prophet, will these bones live? താൻ അതിന്റെ ചുറ്റും നടന്നു. അതിനിടയിൽ കൂടെ നടന്നിട്ട് അവസാനമായി ദൈവത്തിന്റെ ദൂതൻ ചോദിച്ചതിൽ താൻ മറുപടി പറയുന്നു, ദൈവമേ, നീ അറിയുന്നു. After walking around it and through it, finally he was giving an answer to the question by the Lord, only thou knowest. തനിക്ക് ഒരിക്കലും മാനുഷിക രീതിയിൽ മറുപടി പറയുവാൻ സാധിക്കുന്നില്ല. Because with his human understanding he can never give an answer. ആത്മാവ് തന്നെ കൊണ്ടുപോയെങ്കിലും സാഹചര്യങ്ങളെല്ലാം താൻ നോക്കിയപ്പോൾ അതിന് വ്യക്തമായ ഒരു മറുപടി കൊടുക്കുവാൻ തനിക്ക് സാധിക്കാത്തതായ അവസ്ഥയിലാണ് ഈ അസ്ഥികൾ ഏറ്റവും ഉണങ്ങിയിരുന്നു എന്ന് നമുക്ക് കാണാം. Because though he was taken by the Spirit to the valley, when he saw the situation around and all the bones were very dry, he cannot give an answer based on his wisdom. ഇത് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ അവിടെ പ്രത്യാശ നഷ്ടപ്പെട്ട് അവർ പൂർണ്ണമായി നശിച്ചു പോയതായ ഒരു അവസ്ഥയിൽ തള്ളപ്പെട്ടതായ ഒരു അനുഭവത്തെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. Here we can see it shows the experience of the children of God who are totally discouraged and in a fallen state. 11-ാം വാക്യം നാം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. When we read the 11th verse, we can understand that. 11-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഒരു നിരാശയുടെ അനുഭവത്തിലേക്ക് അവർ തള്ളപ്പെട്ടിരിക്കുകയാണ്. They were cast into a discouraged state. അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടതായ ഒരു അനുഭവമാണ്. They are living in a state having lost all their hope. ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ളതായ നിരാശയാണ് അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. Today, man is troubled by many types of discouragements in his life. ഇവർ ഒരു ഭാഗത്ത് നാം ചിന്തിക്കുമ്പോൾ ഇവർ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സന്തതിയാണ്. On the one side, they are the promised seed of the word of God. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അവകാശികളായിരുന്നു. They are the inheritors of the promise of God. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രിയമെന്ന തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. We also read that it pleased the Lord to bless Israel. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു അവർ തീരെ മുടിഞ്ഞിരിക്കുന്നു, എല്ലാം തകർന്നതായ നഷ്ടപ്പെട്ടതായ ഒരു സമൂഹത്തെ നമുക്ക് കാണാം. But here we see a group of people who are totally cut up in our parts, totally lost and having full of discouragement. അസ്ഥികൾ നിറഞ്ഞതായ താഴ്വരയായിരുന്നു, അത് ഏറ്റവും ഉണങ്ങിക്കിടക്കുകയാണ്. It was a valley full of bones and all the bones were very dry. അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. And there's no life in it. യഥാർത്ഥമായ ആത്മാവിന്റെ പരിവർത്തനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. There was no true working of the spirit. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ഇല്ലാത്തത് കൊണ്ട് അസ്ഥികൾ അത് തമ്മിൽ യോജിക്കുവാൻ കഴിയാത്തതായ അവസ്ഥയിൽ ഈ താഴ്വരയിൽ ഏറ്റവും ഉണങ്ങിക്കിടക്കുകയാണ്. Because the Lord did not work in that place, even the bones were dry and separated and they cannot be united. ഇന്ന് പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ളതായ അവസ്ഥകളെ നമുക്ക് ശ്രമിക്കുവാൻ സാധിക്കും. Even today in many places we can see such a situation. ആത്മാവിന്റെ പ്രവൃത്തിയില്ലെങ്കിൽ മനുഷ്യർക്കിടയിൽ ഐക്യതയില്ലാത്തതായ ഒരു അനുഭവമായിരിക്കും. If there is no working of the Spirit of God, there will not be any unity among people. ദൈവസഭയെ ദൈവമക്കളെ ഒന്നാക്കി തീർക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. It is only the church, the Spirit of God that is uniting all the people of God in the church. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. Therefore we read in the epistle to Romans, the love of God is shed abroad in our hearts through the Holy Ghost which is given unto us. എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ Let me read Ephesians chapter 2 verse 20. ദൈവത്തിന്റെ സഭ ആത്മാവിനാൽ ഒന്നിച്ച് പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. The church of God by the Spirit is built together as one building. ദൈവത്തിന്റെ ആത്മാവ് ഒന്നിച്ച് പണിയപ്പെടുന്നതാണ്, അതിന്റെ ഒരു ഐക്യതയെ നമുക്ക് കാണാം. We can see the unity there because it is built together by the Spirit of God. എന്നാൽ അസ്ഥികൾ ഉണങ്ങിക്കിടക്കുന്നു. But here we see the bones are very അവിടെ dry നമുക്ക് കാണുവാൻ സാധിക്കും അതെല്ലാം ചിതറിക്കിടക്കുകയാണ്. and all the bones are scattered, not united. അത് തമ്മിൽ അടുത്താണെങ്കിലും ഒരു ബന്ധമില്ല. Though they are nearby each other, but they are not connected together. അവിടെ ഒരു ശരീരത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. We are unable to see a form of a body. അവിടെ ഒരു ശരീരം നമുക്ക് കാണുവാൻ കഴിയാത്തതായ ഒരു അന്തരീക്ഷമാണ്. The situation is so bad that there is not even a form of a body. ദൈവത്തിന്റെ സഭയുടേതായ അനുഭവത്തെ സംബന്ധിച്ച് ക്രിസ്തുവാണ് സഭയുടെ അത് തലയായിട്ടും ശരീരം അത് ദൈവത്തിന്റെ സഭയായിട്ട് നമുക്ക് പഠിക്കാം. We can learn about the church of God where Jesus is the head of the church and the church is the body of Jesus. ഇന്ന് സഭയിൽ ആത്മീകമായ പ്രവൃത്തി ഇല്ലാത്തത് കൊണ്ട് ശരീരം അത് പല ഭാഗങ്ങളായിട്ട് ചിതറിക്കിടക്കുകയാണ്. But in churches, because there is no working of the Spirit of God, the body is divided into many parts. ദൈവത്തിന്റെ ആത്മാവിനാൽ ഒന്നിച്ച് പണിയപ്പെടുന്നതാണ് യഥാർത്ഥമായ സഭ എന്ന് പറയുന്നത്. But the true church is one which is built together as one building by the Holy Spirit. എന്നാൽ പ്രവാചകനെ കൊണ്ട് നിർത്തിയപ്പോൾ തനിക്ക് മറുപടി പറയുവാൻ സാധിക്കുന്നില്ല. But when the prophet was brought to this place, he couldn't give a proper answer. ഈ ഉണങ്ങിയ അവസ്ഥയെ പരിഹരിക്കുവാൻ ആരെ കൊണ്ട് സാധിക്കും? Who can consider this dry state? ഇതിനെ ഒന്നാക്കി തീർക്കുവാൻ ആർക്ക് സാധിക്കും? Who is able to unite all these dry bones? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഒരു കാലഘട്ടങ്ങളിൽ ഒരു ശരീരമായിരുന്നു. Once upon a time, all these were a body. ഇതിൽ ദൈവത്തിന്റെ ജീവൻ ഉണ്ടായിരുന്നു. And there was the life of God in it. ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം ഉണ്ടായിരുന്നു. And there was the working of the Spirit of God. എന്നാൽ ഇത് ഏറ്റവും ഉണങ്ങിപ്പോയി. But now it is very dry. ജീവൻ നഷ്ടപ്പെട്ടു. And they lost the life. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടിരിക്കുകയാണ്. And they are far away from God. പരസ്പരമുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. There is no unity among themselves. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ദൈവസഭയിൽ എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്? Why have the Lord brought us to the church of God? ഈ സഭയുടേതായ പ്രത്യേകത എന്താണ്? What is the speciality of this ഈ church? സഭയുടേതായ ഉദ്ദേശം എന്താണ്? What is the purpose of this church? കർത്താവായ യേശു മടങ്ങി വരുമ്പോൾ When our Lord Jesus will appear, ദൈവസഭയിൽ ഒരു ആൺകുട്ടി എടുക്കപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ when a man child will be cut up from the church, ഒരു ആൺകുട്ടി എന്ന് പറയുന്നത് മുഴു ലോകത്തിലുള്ളതായ വിശുദ്ധ ഗണങ്ങൾ ഒന്നാക്കപ്പെടുന്നതിനേക്കാൾ
കാണിക്കുകയാണ്. The man child chose that all the saints all over the world will be united together. എന്നാൽ ആത്മാവിന്റെ പ്രവൃത്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ, But when you lose the working of the Spirit of God, ഐക്യത നഷ്ടപ്പെട്ടു പോകുമ്പോൾ, when you lose the unity, ആത്മീകമായ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, when you use the spiritual fellowship, ആത്മീകമായ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, when you lose the spiritual vision, ദൈവാത്മാവിന്റെ പ്രവൃത്തി സഭയിൽ കുറയുമ്പോൾ, when the working of God is diminished in the church, പല അസ്ഥികൾ ഉണങ്ങി ഏറ്റവും ഉണങ്ങിയതായ അവസ്ഥയിൽ കിടക്കുകയാണ്. many bones are in a very dry state. പ്രവാചകനെ ദൈവം കൊണ്ടുപോയി അതാണ് കാണിച്ചു കൊടുത്തത്. That is what the Lord showed unto the prophet. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവം തന്നോട് പറഞ്ഞത് അനുസരിച്ച് ചില വാക്കുകൾ പറയുവാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. And according to the command of the Lord, he started doing something. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ഒരു ചോദ്യം തന്റെ മുൻപിൽ വയ്ക്കുകയാണ്. Before him there was a question placed, can these bones live? എത്ര ഉണങ്ങിയതിനും ദൈവത്തിന് ജീവിപ്പിക്കുവാൻ കഴിയും. How much ever dry it may be, it is possible by God to give life. എത്ര ഉണങ്ങിപ്പോയതിനും ദൈവത്തിന് ജീവൻ കൊടുക്കുവാൻ കഴിയും. How much ever dry it may be, it is possible for the Lord to give life into it. നിന്റെ ജീവിതത്തിലും നിന്റെ ഭവനത്തിലും നീ ഏറ്റവും ഉണങ്ങിയതായ, ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെട്ടതായ അവസ്ഥയിൽ ഒരുപക്ഷെ ഇന്ന് രാത്രി ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കാം. Perhaps you may be also hearing this voice that you are being in your family and yourself in a very dry, discouraged and rejected state. എന്നാൽ ദൈവത്തിന് എന്നെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളെയും ജീവിപ്പിക്കുവാൻ കഴിയും എന്ന് ഈ തിരുവെഴുത്ത് വ്യക്തമാക്കുകയാണ്. But the word of God makes it clear that Lord is able to quicken me and everyone who are gathered in this place. ശത്രു ഇന്ന് പലരുടെ മീതെ ഒരു ആധിപത്യം നടത്തിക്കൊണ്ടിരിക്കുന്നു. In many places, in many lives, the enemy is having a dominion. ദൈവമക്കളുടെ മീതെ ശത്രു ആധിപത്യം നടത്തുവാൻ അവൻ ശ്രമിക്കുകയാണ്. And even he is trying to have dominion over the children of God. അവർ ആത്മീകമായി ഉണങ്ങി തകർന്ന് ഉണങ്ങിയതായ അവസ്ഥയിൽ മാറ്റപ്പെട്ടതുകൊണ്ട്, Because they are turned into a dry state in their spiritual life, അവർ ശത്രുവിന് നേരെ അവർക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയുന്നില്ല. they are unable to fight a battle against the enemy. പ്രശ്നങ്ങളുടെ മുഖത്ത് അവർക്ക് പോരാടുവാൻ കഴിയുന്നില്ല. In the midst of problems, they are unable to fight. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം, ദൈവത്തിന്റെ ആലോചന പ്രകാരം, But according to the promise of God, according to the counsel of God, ദൈവം ആ പ്രവാചകനോട് ഇങ്ങനെയാണ് പറയുന്നത്. the Lord said to the prophet like this. ഒന്ന് വായിച്ചു നോക്കാം, 4-ാം വാക്യം വായിച്ചാൽ. Let us read the 4th verse. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഉണങ്ങിയതായ അസ്ഥികൾ യഹോവയുടെ വചനം കേൾക്കണം എന്ന് അവയോട് പറയണം. He must say that, oh ye dry bones, hear the word of the Lord. വചനം കേൾക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ജീവൻ അവന്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. Only when a man hears the word of the Lord, the life of God will work in him. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇന്ന് വചനത്തിന് പ്രാധാന്യം പലരും കൊടുക്കുന്നില്ല. Many are not giving importance to the word of God. വചനം കേൾക്കുന്നത് ലോകപ്രകാരമായി എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടിയുള്ള വചനം മാത്രമാണ് പലരും ഏറ്റെടുക്കുവാൻ താല്പര്യപ്പെടുന്നത്. Many want to take the words as only that may help us in receiving the worldly blessings. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. There are promises of God, the blessings of God in the word of God. എന്നാൽ ദൈവവചനം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ കുത്തി തുളച്ച് അവന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തണം. അതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. But the greatness of the word of God is that it must pierce into the life of man and bring a transformation in his life. ഇവർ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ദൈവത്തിന്റെ ആലോചനയിൽ നിന്നും അവർ ദൂരമായി പോയിരിക്കുകയായിരുന്നു. They have gone far away from the word of God and the counsel of God. ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. And they lost the working of the Spirit of God in their life. അതുകൊണ്ട് തിരുവെഴുത്തിൽ നാം വായിക്കുന്നത്, സകല ജനത്തിന്മേലും അന്ത്യകാലത്തിൽ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. Therefore we read in the word of God, in the last days I will pour my spirit upon all the flesh. ദൈവത്തിന്റെ സഭ സ്ഥാപിക്കപ്പെട്ടത് ആത്മാവിന്റെ പ്രവൃത്തിയോടുകൂടെയാണ്. Only with the working of the Spirit the church of God was established. ദൈവത്തിന്റെ സഭ എടുക്കപ്പെടുവാൻ പോകുന്നത് ആത്മാവിന്റെ, അത് ഒരു പുതിയ അഭിഷേകത്തിന്റെ ഇരട്ടി ശക്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. Only when we surrender upon the double portion of the anointing of the Holy Spirit, then the church of God will be taken up. ഈ അവസാന കാല
കാലഘട്ടങ്ങളിൽ ഒരു ഇരട്ടി ശക്തിക്കായിട്ട് അഭിഷേകത്തിനായിട്ട് നാം കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. Therefore, in the last days, we must carry to receive a double portion of the anointing. നിരാശപ്പെട്ടതായ അവരുടെ നിരാശയെ ദൈവം മാറ്റേണ്ടതിന് ദൈവം പ്രവാചകനെ അവിടെ കൊണ്ടുവന്നു. In order to remove the state of discouragement, the Lord brought the prophet to that place. ഇന്ന് ഈ രാത്രികാലം ദൈവത്തിന്റെ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, Tonight, all those who are hearkening to the voice of God, from our voice, we want to tell something to you. ആത്മീകമായ ജീവിതത്തിൽ നീ നിരാശപ്പെട്ടിരിക്കുന്നുവോ? Are you in a discouraged state in your spiritual life? ആത്മീകമായ നിന്റെ ജീവിതത്തിലെ നിരാശ ശത്രു കൊണ്ടുവന്നുവോ? Has the enemy brought discouragement in your life? മുൻപോട്ട് പോകുവാൻ കഴിയാത്തതായ പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിന് നേരെ കടന്നു വന്നിരിക്കുന്നുവോ? Do you have problems that you cannot go forward in your life? എന്നാൽ ഇന്ന് രാത്രികാലം ദൈവം നമ്മുടെ പ്രത്യാശയെ പുതുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. But tonight the Lord wants to renew our hope. ദൈവത്തിന്റെ ആത്മാവ് ഇതാ ആ പ്രവാചകനോട് പറഞ്ഞു, അവയെ നോക്കി നീ പ്രവചിക്കാൻ പറഞ്ഞു. The Lord said unto the prophet, you speak to the bones. അതെ, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ തുടങ്ങിയപ്പോൾ, When the Spirit of God started coming into his life, ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ആരംഭിച്ചു തുടങ്ങിയപ്പോൾ, when the work of God started in that place, പല സ്ഥലങ്ങളിൽ ചിതറിക്കിടന്നതായ അസ്ഥികൾ അത് ഒന്നാക്കപ്പെടുവാൻ തുടങ്ങി. the bones which were scattered in different parts were started joining together. യഥാർത്ഥമായ അഭിഷേകം വരുമ്പോൾ ചിതറിക്കിടക്കുന്നതെല്ലാം ഒന്നാക്കപ്പെടും. When the true Spirit of God comes, all those who are scattered എത്ര will be there. കുടുംബങ്ങളിൽ നിങ്ങളുടെ ഐക്യത തകർന്നിരിക്കുന്നു. Today, how many families are in a broken state? ഒരു കാലത്ത് ഒന്നായി ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചവരായിരുന്നു. Once upon a time, they unitedly worship എന്നാൽ God. ഇന്ന് കുടുംബത്തെ പല തട്ടിലേക്ക് ഈ ശത്രു ചിതറിച്ച് കളഞ്ഞിട്ടുണ്ട്. But today, the enemy has broken the family. ഭവനത്തിൽ ആത്മീകമായ അനുഗ്രഹം നഷ്ടപ്പെട്ടുവോ? And have you lost the spiritual blessing in your family? എന്നാൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വീണ്ടും പലരെയും തൊട്ട് അവരെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. But tonight the Spirit of God decides to touch many and transform them again. ആത്മാവ് പ്രവർത്തിച്ചപ്പോൾ അസ്ഥികളുടെ ഉള്ളിൽ ഒരു അണക്കം തട്ടി തുടങ്ങി. Then the Spirit of God started working. There was a shaking or movement in the bones. ഇന്ന് രാത്രികാലം Tonight, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ when the Spirit of God works, എത്ര ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളിലും ദൈവത്തിന്റെ ചലനം ഉണ്ടാകുവാൻ പോകുകയാണ്. how much ever the bones may be dry, today you are going to experience a movement. വർഷങ്ങളായി ഉണങ്ങിക്കിടക്കുന്ന ചിലരുടെ ദൈവശക്തി ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോകുന്നു. But bones which are dry for many years, today the power of God is going to come upon. ആത്മാവിന്റെ യാതൊരു ചലനവും ഇല്ലാത്ത നിന്റെ മേൽ ദൈവശക്തി വരും. The power of God will come upon you who do not have any movement of the Spirit ഈ within you. കൺവെൻഷന്റെ ഉദ്ദേശം അത് തന്നെയാണ്. That is the purpose of this convention. ദേശത്തിൽ ഉണങ്ങിക്കിടക്കുന്ന പലരെയും ദൈവാത്മാവ് ഇന്ന് രാത്രി അവരുടെ ശരീരത്തിൽ അവരുടെ അസ്ഥികളിൽ പ്രവർത്തിക്കാൻ പോകുകയാണ്. Today, those who are in a dry state in this land, the Lord is going to work in them and going to move in them. ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട്, Let the children of God keep praying ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട്, and keep praising God in the ഈ Spirit. പന്തലിലായിരിക്കുന്ന നീ പുറമെ ഒരുപക്ഷെ ഒരു ആത്മീക വ്യക്തി എന്ന് മറ്റുള്ളവർ ചിന്തിച്ചേക്കാം. When you are seated in this pandal, others may think you are a spiritual man. എന്നാൽ നിന്റെ ആന്തരികമായ ആത്മീക ജീവിതത്തിൽ നീ ഏറ്റവും ഉണങ്ങിയിരിക്കുന്നുവോ? But deep within you, in your spiritual life, are you in a dry state? പല രീതിയിലും ശത്രു നിനക്ക് വിരോധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവോ? Is the enemy working against you? എന്നാൽ നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ദൈവിക ജീവൻ ഇപ്പോൾ നിന്നിൽ പ്രവർത്തിക്കുവാൻ പോകുകയാണ്. But tonight the Spirit of God or the life of God is going to work in you. എല്ലാ ദൈവമക്കളും ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. All the children of God keep praying to God. ആത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകുമ്പോൾ When the Spirit of God starts operating, അസ്ഥികളുടെ ഇടയിൽ ഒരു വലിയ കാറ്റ് അടിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി നടക്കുവാൻ തുടങ്ങി. when the Spirit of God works, there will be a wind flowing among the bones. അസ്ഥികൾ ഓരോ സ്ഥലത്ത് ചിതറിക്കിടന്നത് അത് ഒന്നായി തീരുകയാണ്. And the bones which were scattered in different places started joining together. അത് മറ്റുള്ളവർക്ക് ഒന്നാക്കുവാൻ സാധിക്കത്തില്ല. Others cannot make it one. മനുഷ്യർക്ക് നിന്നെ ഒന്നാക്കുവാൻ കഴിയത്തില്ല. Human beings cannot unite you. മനുഷ്യന്റെ വാക്കുകൾ നിന്നെ ഒരുപക്ഷെ അതേ ദൈവത്തിൽ നിന്ന് അകറ്റിയതായിരിക്കാം. Perhaps the words of man might have removed you from the presence എന്നാൽ of God. ഇന്ന് രാത്രിക്കാലം But tonight, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ when the Spirit of God starts operating, ഈ പന്തലിൽ ഒരു ചലനം ഇപ്പോൾ ഉണ്ടാകും. now there will be a movement in the pandal. ഈ പന്തലിൽ ഇരിക്കുന്ന പല ദൈവമക്കളിലും ആത്മാവിന്റെ ഒരു പ്രവൃത്തി ഉണ്ടാകും. Many people will experience the movement of
the Holy Spirit in their life. ആത്മീയമായി തകർന്നിരിക്കുന്ന പലരെയും ദൈവാത്മാവ് തൊടുവാൻ പോകുകയാണ്. Those who are in a broken state in their spiritual life, the Lord is going to touch ഇനി them. നീ ഉണങ്ങിയ അസ്ഥിയായല്ല മടങ്ങി പോകുന്നത്. You will not return as a dry bone. പ്രത്യാശ നഷ്ടപ്പെട്ട വ്യക്തിയായിട്ടല്ല മടങ്ങി പോകുന്നത്. You will not return as a person lost hope. ദൈവം ഇന്ന് രാത്രി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. Tonight the Lord is going to bring you out. ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ പ്രവർത്തിക്കാൻ പോകുകയാണ്. The Lord, Spirit of God is going to work now. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ When the Spirit of God works, അത് ഒരു ശരീരമായി നാം മാറ്റപ്പെടും. we will become as one body. ഒരു ശരീരമായി മാറ്റപ്പെടുകയാണ്. Then we become one body. നാം ഒരു ഐക്യതയിലേക്ക് കടന്നു വരികയാണ്. We will come into a unity. അവിടെ ഒരു പ്രവൃത്തി നടക്കും. There will be a work happening. ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോഴാണ് പ്രവൃത്തി നടക്കുന്നത്. Only after the Spirit of God comes, there will be a work. ഒരു മിനിറ്റ് നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. For a minute, let's close our eyes. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ As you listen to the word of God, എന്റെ ജീവിതത്തിൽ എത്ര ഉണങ്ങിയ അവസ്ഥയുണ്ടെങ്കിലും whatever may be the dryness that is in your life, അഹരോന്റെ വടി തളിർത്തതുപോലെ as the rod of Aaron budded, അഹരോന്റെ വടി ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ട് വെച്ചിരുന്നു. they kept the rod of Aaron in the presence of രാത്രി God. മൊത്തം അവിടെയായിരുന്നു. The whole night it was in the presence of God. രാവിലെ സമയം എഴുന്നേറ്റ് നോക്കുമ്പോൾ But when they woke up in the morning and saw, അതിലെ ഒരു വ്യത്യാസം കാണുകയാണ്. there is a difference there. അത് തളിർത്തിട്ടുണ്ട്, It is blossomed. അതിൽ ഫലങ്ങളുണ്ട്. There are fruits. അത് ദൈവസന്നിധിയിൽ ഇരുന്നത് കൊണ്ട് Because it was in the presence of God, മറ്റുള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അനുഭവം അതിൽ കാണുവാനിടയായി തീർന്നു. it had a different experience than the other നിന്റെ road. ജീവിതത്തെ നീ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി സമർപ്പിക്കുന്നുവെങ്കിൽ Tonight, if you surrender your life in the presence of God, ഉണങ്ങിയ നിന്റെ ജീവിതത്തെ in the dry അതേ life, തുളിർക്കുമാറാക്കുന്ന ദൈവം ഇന്ന് രാത്രി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. He will make you to blossom in the presence of God. ഒരു മിനിറ്റ് നീ കണ്ണടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. For a minute, close your eyes and pray. നിന്റെ സാഹചര്യത്തെ നീ നോക്കേണ്ട, Do not look and see your circumstances. നിന്റെ അവസ്ഥകളെ നീ നോക്കേണ്ട. Do not see your situation. ശത്രു നിന്നെ കണ്ടു ഒരുപക്ഷെ നീ ഉണങ്ങിപ്പോയെന്ന് പറയാം. Perhaps the enemy may say unto you, ഇല്ല, you ഞാൻ are dry. ദൈവസന്നിധിയിൽ മടങ്ങി വന്നു കഴിഞ്ഞു. But you have come back to the ഞാൻ presence of God. ദൈവത്തിന് മുന്നിൽ എന്നെ മുട്ടു മടക്കി I കഴിഞ്ഞിരിക്കുകയാണ്. am bowed on my knees before God. എന്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. And my God makes the impossible things possible. ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ലല്ലോ. There is nothing impossible to God. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ചിലരെ തൊടുവാൻ പോകുന്നു. Now the Holy Spirit is going to touch some of you. പലരെയും ദൈവം ശക്തീകരിച്ചു And കൊണ്ടിരിക്കുകയാണ്. many are being strengthened. ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ As you do this ministry, ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ശക്തമായി ഇടപെടുന്നു. the Spirit of God is dealing with us. ഉണങ്ങിയ പലരെയും ദൈവം ഒന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. And the Lord is making one or uniting many who are dry. ആത്മാവിന്റെ ഒരു ചലനം ഈ പദ്ധതിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. Now there will be a movement of the Spirit in this ഈ movement. ദേശത്തിൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാകുന്നു. And in this land there will be the work of the Holy Spirit. ഉണങ്ങിയ പലരും ഇന്ന് രാത്രി ജീവൻ പ്രാപിക്കുന്നു. All those who are in dry state are going to receive life. ദൈവത്തിന്റെ ആത്മാവ് പലരെയും ഇന്ന് രാത്രി ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. And the Spirit of God is causing a movement in many. ഓ ദൈവശക്തി പലരുടെ ഉള്ളിലും വ്യാപരിക്കുന്നു. And the Spirit of God and the power of God is working in എത്ര many. പേർ അത് വിശ്വസിക്കുന്നു? How many of you believe that? നീ ഒന്നാക്കപ്പെട്ടു കഴിഞ്ഞു. You are already നിന്റെ united. ഭവനത്തെ ദൈവം പണിയാൻ തുടങ്ങി. The Lord has started building your family. ശത്രു ലജ്ജിച്ച് ഓടിപ്പോകുന്നു. And the enemies are saying, ദൈവശക്തി ഇതാ നിന്നെ ഒന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. behold, the power of God is uniting you tonight. നിവിടെ ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി. വെളിച്ചമായി ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ, ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി, പ്രകാശിക്കവേണം വെളിച്ചമായി. ഓ ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ, ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി, പ്രകാശിക്കവേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ, ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി, പ്രകാശിക്കവേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജ
പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി എവിടെയെല്ലാം വ്യാപരിക്കുന്നുവോ അവിടെ ഉണങ്ങിക്കിടക്കുന്നതായ ജീവിതങ്ങൾ ജീവൻ പ്രാപിച്ച് അത് സൈന്യമായി മാറും. Wherever the Spirit of God is working, there all those lives which are in a dry state will be turned into life and will become a host of God. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. Nothing is impossible with our God. എത്ര ഉണങ്ങിയതും ദൈവത്തിന് ജീവിപ്പിക്കുവാൻ കഴിയുമെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. The word of God teaches that how much ever dry it may be, the Lord is able to quicken it. ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ അവന്റെ പ്രത്യാശയെ നൽകി അവനെ ജീവിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. Only God is able to give hope in the life of a child of God and quicken him. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ When we come to Romans chapter 15 verse 4, അവിടെ അപ്പോസ്തലനായ പൗലോസ് 3 പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് താൻ പറയുന്നു. there St. Paul speaks about 3 important things. 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ മുൻ എഴുതിയിരുന്നതിനൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും നമുക്ക് ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമുക്ക് പ്രത്യാശ ദൈവം നൽകി തരികയാണ്. Through the word of God, the Lord is giving us hope. മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതായ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതായ പ്രത്യാശ ദൈവം അവർക്ക് വീണ്ടും നൽകി തന്നു. The Lord gave back the hope which the children of Israel lost. അവർക്ക് ഒരു മടങ്ങിവരവുണ്ടെന്ന് ദൈവം അവരോട് അരുളി ചെയ്യുകയുണ്ട്. And the Lord spoke to them saying that there is a restoration for them. ഒരിക്കലും അവർക്ക് ഒരു മടങ്ങിവരവോ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു ഉദ്ധാരണമോ ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും അവർ ചിന്തിച്ചിട്ടില്ലായിരുന്നു. But they never thought there will be a restoration in their life or there will be a deliverance in their life. അവർ ശവക്കുഴിയിൽ അടക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരുന്നു. They were already buried in sepulchre. അടക്കം ചെയ്യപ്പെട്ടതിന് ദൈവം അവിടെ നിന്ന് ശവക്കുഴി തുറന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവം അവരോട് പറയുകയുണ്ട്. But the Lord said, I will open the sepulchre and bring you out of there. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്താൽ പ്രിയമുള്ളവരെ, ദൈവമക്കളായ ഓരോരുത്തരുടെ ജീവിതത്തിലും നഷ്ടപ്പെട്ടതായ അവസ്ഥയിലായിരിക്കുന്ന പല കുടുംബത്തിൽ നിന്നും ദൈവം പലരെയും വീണ്ടും ജീവിപ്പിക്കുവാൻ പോകുകയാണ്. By the Spirit of the Lord, many families like who are in a dead state, the Lord is going to bring them out and are going to quicken them. ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൽ നാം പ്രത്യാശയുള്ളവരായി നാം മാറ്റപ്പെടുകയാണ്. By the Spirit of God in our life, we become people with hope. അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കി തരികയാണ്. And the Lord is making all those impossible things possible. ദൈവമക്കളുടെ പ്രത്യാശ എന്താണെന്ന് തിരുവെഴുത്തിൽ കൂടെ നാം പഠിക്കുമ്പോൾ, When we learn about the hope of the children of God from the scriptures, എന്തിനാണ് ഈ ആത്മീകമായ കൂട്ടായ്മയിൽ ദൈവം നമ്മെ കൊണ്ടുവന്നത്? why have the Lord brought this into spiritual fellowship? നാമധേയമായ അവസ്ഥയിലായിരുന്നവരെ ദൈവം എന്തിനാണ് ഈ ആത്മീക സത്യത്തിൽ കൂട്ടായ്മയിൽ കൊണ്ടുവന്നത്? We who were in the nominal churches, how did the Lord bring into the spiritual fellowship? ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതായ ചില ആത്മീക സത്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. I want to turn your attention to the truths which the scripture speaks. ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മിൽ പകർന്നിട്ട് The Lord, after giving His Spirit upon us, വരുവാനുള്ളതായ നിത്യതയെ സംബന്ധിച്ചുള്ളതായ ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ നൽകി തരികയാണ്. and through the Holy Spirit, He is giving us a hope concerning eternity. പെന്തക്കോസ്തുകാരുടെ ആത്മീക ജീവിതത്തിൽ അല്ലെങ്കിൽ അവർ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുന്നതിന്റെ ഒരു കാരണം എന്താണ്? What is the reason for the Pentecostal people to be filled with the Holy Ghost? റോമാലേഖനം 15-13 വാക്യം വായിക്കുമ്പോൾ, When we read Romans chapter 15 verse 13, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി മാറുന്നു. we will abound in the hope by the filling of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി നാം പ്രാപിക്കുമ്പോൾ പ്രത്യാശയുടെ സമൃദ്ധി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. When we receive the anointing of the Holy Spirit, we have abundance of hope within us. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മിൽ കുറയുമ്പോൾ
പ്രത്യാശ നാം കുറഞ്ഞുപോയി ഒരു ജീവിതം നയിക്കുന്നവരായിരിക്കും. But when the Spirit of God is reduced in our life, we will lose that hope. അങ്ങനെയുള്ളവരാണ് ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവർ. Such people will have hope on the Lord only in this life. എന്തിനാണ് ദൈവത്തിന്റെ സഭയിൽ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്? Why did the Lord bring us into His church? ദൈവത്തിന്റെ സഭയുടെ ഉദ്ദേശം എന്താ? What is the purpose or aim of the church of എന്തിനാണ് God? ദൈവസഭ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടത്? Why did the Lord establish the church in the ഈ earth? ലോകപ്രകാരമായ ഏതെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയാണോ? Not to earn or achieve anything in this world. ലോകപ്രകാരമായിട്ട് ഒരു സ്ഥാനമാനത്തിന് വേണ്ടിയാണോ? Not to attain any position in this world. ഈ ലോകത്തിൽ എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കുവാൻ വേണ്ടിയാണോ? Not to earn anything in this world. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ When we read Revelation chapter 12, ദൈവസഭയിൽ നിന്ന് പൂർണ്ണത പ്രാപിച്ചതായി ഒരു ആൺകുട്ടി സിംഹാസനത്തിൽ എടുക്കപ്പെടണം. the man child which is perfected must be taken to the presence of God. അതാണ് ദൈവസഭയുടേതായ ഉദ്ദേശം എന്ന് പറയുന്നത്. That is the purpose of the church of God. അതിനാണ് ദൈവം സഭയെ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. With that aim only the Lord has established church of കർത്താവായ God. യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ When our Lord Jesus will come back, പ്രത്യാശയോട് ജീവിക്കുന്ന ദൈവമക്കൾ the people who are living with hope, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിച്ചവർ, all those who have received abundance of hope through the Holy Ghost, അവരുടെ പ്രത്യാശ എന്താണെന്ന് പൗലോസ് റോമാലേഖനം 8:24 പറയുകയാണ്. and St. Paul speaks about their hope in Romans chapter 8 verse 24. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ പ്രത്യാശയുടെ സമൃദ്ധി ദൈവം നൽകുന്നു. Through the Holy Spirit, the Lord is giving the abundance of hope. ഈ പ്രത്യാശ എന്താണെന്ന് റോമാലേഖനം 8:24 നാം വായിക്കുമ്പോൾ And when we read in Romans chapter 8 verse 24, what is this hope? വായിക്കാം. പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിനാ? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. കാണുന്നതിനായിട്ടല്ല, കാണാത്ത ഒന്നിനു വേണ്ടി നാം പ്രത്യാശിച്ചു We കൊണ്ടിരിക്കുകയാണ്. are hoping for things that is not seen, not seen. കാണുന്നതിന് എന്തിനാണ് പ്രത്യാശിക്കേണ്ടത്? Why should we hope for things that we see? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദൈവം പ്രത്യാശയെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം നൽകി തരികയാണ്. Through the Holy Spirit, God is giving a hope within our hearts. ഒരു ദൈവമൈതൽ പ്രത്യാശയിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ അവൻ മരണത്തെ ഭയപ്പെടാതെ അവൻ ജീവിക്കുവാൻ തുടങ്ങുകയാണ്. Then the Holy Spirit comes in the life of a child of God, he will live in this world without the fear of death. പല പരീക്ഷകൾ പരിശോധനകൾ വരുമ്പോൾ അവൻ പ്രത്യാശയോട് ജീവിക്കുന്നത് കൊണ്ട് ആ പരീക്ഷകളിൽ അവൻ വീണ്ടും പ്രത്യാശയിലേക്ക് കടന്നു പോകുകയാണ്. Then he is faced with trials and temptation. Because he lives in that hope, he is encouraged to continue in that. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അത് വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. St. Paul makes it clear in Romans chapter 5 verse 2 and 3. ഒന്ന് വായിച്ചു നോക്കാം. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുതയും ഉളവാക്കുന്നു. സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുകയാണ്. Knowing the tribulation worketh patience, and patience experience, and experience hope. ഒരു ദൈവമൈതന്റെ ജീവിതത്തിൽ കഷ്ടതയിലൂടെ അവൻ കടന്നു പോകുമ്പോൾ അവന്റെ ജീവിതത്തിൽ സിദ്ധതയും പ്രത്യാശയിലേക്ക് അവനെ ദൈവത്തിന്റെ ആത്മാവ് നടത്തും. When a child of God passes through this tribulation, he will learn patience and experience, and finally to hope. അങ്ങനെ പ്രത്യാശയോട് ജീവിച്ചതായി പൗലോസ് ഒരിക്കൽ മരണത്തെ താൻ ഭയപ്പെടാതെ തന്റെ ലേഖനത്തിൽ ഒരു സത്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. And Paul, who lived with such a hope, not fearing death, he was speaking about in his epistle. ഫിലിപ്പിയർക്ക് ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-21 വാക്യത്തിൽ അത് വ്യക്തമാക്കുകയാണ്. He is making it clear in Philippians chapter 1 verse 21 and 22. ക്രിസ്തു തന്നിൽ മഹത്വപ്പെടുമെന്നതായ പ്രത്യാശയോടുകൂടെ താൻ ജീവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. He says he is living with the hope that Lord Jesus will be glorified in his life. തന്റെ ഉള്ളിൽ ആ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നത് കൊണ്ട് Because he had that hope within him. താൻ കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ താൻ എഴുതിയതായ ഒരു ലേഖനമായിരുന്നു അത്. This is an epistle which was written when he was in the prison. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം എന്ന് പറയുകയാണ്. He is saying, for me to live is Christ and to die is gain. കാരണം ക്രിസ്തു തന്നിൽ മഹത്വീകരിക്കപ്പെടുന്നു എന്നതായ പ്രത്യാശ തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. Because he had the hope that Lord Jesus will be glorified in his ഒരു life. ദൈവമൈതന്റെ
പ്രത്യാശ അത് തന്നെയാണ്. That is the hope of a child of God. ക്രിസ്തു നമ്മിൽ മഹത്വീകരിക്കപ്പെടുവാൻ പോകുകയാണ്. Christ is going to be glorified in our ആ lives. മഹത്വത്തെ പ്രാപിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. And the Lord has called us to receive the ആ glory. പ്രത്യാശയാൽ ജീവിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്കൊരു പ്രത്യാശയുണ്ട്. We have a hope. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അത് ഈ ലോകത്തിലുള്ള കാര്യമല്ല പ്രിയമുള്ളവർ. And it is not related to the matters of the earth. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. We are living in the hope in our Lord Jesus Christ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പരിശുദ്ധാത്മാവിനാൽ ദൈവം പ്രത്യാശയെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. Through the Holy Spirit, the Lord has brought the hope within our heart. ദൈവമക്കളുടെ എല്ലാ നിരാശയും അതോടുകൂടെ And മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. all the discouragements are departed from നമുക്ക് thee. എല്ലാവർക്കും ഒരു പ്രത്യാശ ദൈവം നൽകി തന്നു. The Lord has given us a great hope in us. അത് കാണുന്നതല്ല, It is not that is seen, അത് കാണാത്തതായ ഒന്നാണ്. but something which is not seen. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to അത് God. ആർക്കാണ് ദൈവം വെളിപ്പെടുത്തുന്നത്? Unto whom the Lord is അത് revealing. എങ്ങനെയാണ് വെളിപ്പാട് അവർക്ക് ലഭിക്കുന്നത്? How do they receive the കൊരിന്ത്യ revelation? ലേഖനം 1-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ When we come to 1 Corinthians, പൗലോസ് അപ്പോസ്തലൻ അത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. St. Paul says it like this. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് What the Lord has prepared for them that love him, ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, eye hath not seen, അവന്റെ ചെവിയിൽ കേട്ടിട്ടില്ല, ear hath not heard, അവന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. and it has not come into his എന്നാൽ heart. ദൈവം തന്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. But the Lord has revealed it by his Spirit. ആത്മാവിനാൽ വെളിപ്പാട് ലഭിച്ചവർ, The people who have received revelation through the ആത്മാവിനാൽ Spirit, വെളിപ്പാട് പ്രാപിച്ചവർ, those who have received revelation through the Spirit, ആത്മാവ് വെളിപ്പാട് പ്രാപിച്ചതായി യോഹന്നാൻ അപ്പോസ്തലൻ, John who received the revelation through the Holy Spirit, ആത്മാവിനാൽ ആ വെളിപ്പാട് തനിക്ക് ലഭിച്ചപ്പോൾ when he received the revelation through the Holy Spirit, താൻ ഏകാന്തമായ ഒരു അവസ്ഥയിലായിരുന്നു എങ്കിലും though he was in a lone state, ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഉയരേക്ക് കൊണ്ടുപോയി the Spirit of God took him to a high mountain ദൈവികമായ അവകാശങ്ങളെ തനിക്ക് കാണിച്ചു കൊടുത്തു. and showed the inheritance of God. ഈ ലോകത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് തനിക്ക് വ്യക്തമാക്കി കൊടുത്തു. And the Lord made it clear unto him what is going to happen. ഈ ലോകത്തിന്റെ ആയുസ് എത്ര നാളുണ്ടെന്ന് ദൈവം കാണിച്ചു കൊടുത്തു. And also the Lord showed him how much is the time left ഈ in this ലോകത്തിൽ world. ഇനി വരാൻ പോകുന്നതായ ഭരണകൂടം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. And the Lord showed what are the governments that's going to come. ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ന്യായവിധിയെ കുറിച്ച് കാണിച്ചു കൊടുത്തു. The Lord showed the judgment that is going to come upon the world. അപ്പോൾ തന്നെ ദൈവമക്കളുടെ പ്രത്യാശ എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. At the same time, the Lord revealed the hope of the children of ഇതാ God. യെരൂശലേം എന്ന ദൈവത്തിന്റെ നഗരം ഇറങ്ങി വരുന്നത് താൻ കണ്ടു. Behold, the heavenly city Jerusalem coming down from heaven. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് മാനുഷിക കണ്ണുകൊണ്ട് കാണുവാൻ കഴിയത്തില്ല. What the Lord has prepared for them that love him, no eyes can see it. ആത്മാവിൽ താൻ കണ്ടതുകൊണ്ട്, But because he saw it through the Spirit, ആത്മാവിൽ അത് ഗ്രഹിച്ചതുകൊണ്ട്, because he understood in the Spirit, തന്റെ കഷ്ടത ഏതുമില്ലാത്തതായി മാറുകയാണ്. all his sufferings turned to nothing. അതുകൊണ്ടാണ് ഞങ്ങളുടെ ദൈവമക്കൾ എത്ര കഷ്ടതയിലൂടെ കടന്നുപോയാൽ, That is why when the children of God pass through much suffering, ഭവനത്തിൽ വലിയ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം. they may be going through much trials. പല പ്രതികൂലങ്ങൾ ലോകത്തിൽ ജനത്തിനുണ്ടായിരിക്കാം. They may have tribulation in this world. യേശു പറഞ്ഞതുപോലെ ലോകത്തിൽ പല കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കാം. As Jesus said, they may be passing through tribulation in this world. എന്നാൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ, But when they come to the church of God, പാട്ടുകൾ പാടുമ്പോൾ, when they sing songs, അവർ ആത്മാവിൽ നിറഞ്ഞ് ആനന്ദിക്കുന്നത് എന്തുകൊണ്ട്? why are they rejoicing in the Holy Spirit? ലോകത്തിലെ കഷ്ടത തീരാറായി, Because the sufferings of the world, യേശു വരാറായി. Jesus is coming soon. എനിക്കായി ഒരുക്കുന്ന അവകാശത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുന്നു. And I am preparing for the inheritance that is made ready for ഈ me. കഷ്ടതയെ അവർ സാരമില്ല എന്ന് എണ്ണുകയാണ്. And they are considered all the sufferings as ഇതാണ് nothing. ദൈവമക്കളുടെ പ്രത്യാശ. This is the hope of the ഇന്ന് children of God. രാത്രി ആ പ്രത്യാശയുള്ളവർ എത്ര പേർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്? Tonight, how many of you have that such a hope? ഈ പന്തലെല്ലാം നിരാശയോടല്ല ആരാധിക്കുന്നത്. We must not worship in a discouragement in this matter. കർത്താവ് ഇന്ന് വന്നാൽ If the Lord will appear today, അടുത്ത സെക്കൻഡ് എന്ത് സംഭവിക്കും? what will happen the next moment? വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ When we read the book of Revelation, അവൻ കണ്ണുനീർ തുടച്ചു മാറ്റും. He will wipe all the tears. ഇനി ദുഃഖമില്ല, There is no sorrow. മരണമില്ല, There is no death. മുറവിളിയില്ല, There is no crying. സകലവും പുതിയതായി മാറുകയാണ്. And everything will be turned to നമ്മുടെ new. കണ്ണുനീരെല്ലാം ദൈവം തുടച്ചു മാറ്റുന്ന സമയമായി അടുത്തു. And the time to wipe away all of the tears is അതുകൊണ്ട് right now. ദൈവമക്കൾക്ക് അറിയാം,
Therefore, the children of God know യേശു വരുമ്പോൾ ഇതെല്ലാം തീരുമെന്ന്. when the Lord Jesus appears, all this will be over. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പരിശുദ്ധാത്മാവ് നമുക്ക് പ്രത്യാശ നൽകുകയാണ്. The Spirit of God is giving us hope. പരിശുദ്ധാത്മാവിനാൽ അടുത്തതായി നാം പ്രാപിക്കുന്നതായ അനുഭവം എന്താണ്? What is the next experience that we receive through the Holy Spirit? മനുഷ്യർക്ക് അസാധ്യം, എന്നാൽ ദൈവത്തിന് സകലതും സാധ്യമായി തീരും. Impossible with man, but all things are possible with God. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകലതും സാധ്യമായി മാറും. When the Spirit of God comes, everything is possible. നിന്റെ ജീവിതത്തിലെ നിരാശ മാറി പ്രത്യാശ നിന്റെ ഉള്ളിൽ വരും. You will, all the discouragement will depart. You will have hope in your life. നിന്റെ മുൻപിൽ അതേ ഉയർന്നിരിക്കുന്ന പർവ്വതം നിന്റെ മുൻപിൽ താണുമോ? All the mountains which are before you will be turned to plain. അടുത്തതായി പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നത്, Again, when St. Paul writing to Ephesians in chapter 3 verse 16, ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യനിൽ നാം ശക്തിയായി ബലപ്പെടണമെന്ന് by വായിക്കുന്നു. the Spirit in our inner man we must be strengthened. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോട് ബലപ്പെടേണ്ടതെന്നും. അകത്തെ മനുഷ്യനെ ശക്തിയായിട്ട് ബലപ്പെടുത്തുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. It is the Spirit of the Lord that strengthens the inner man. ആത്മീക ജീവിതത്തിൽ ആന്തരികമായി നാം ബലശാലികളായി ബലമുള്ളവരായി മാറും. In our spiritual life, in our inner man, we must be strong. കർത്താവായ യേശു ക്രിസ്തുവിനോട് ആയിരുന്നതായ ശിഷ്യന്മാർക്ക് ആവർത്തിച്ച് യേശു പറഞ്ഞതായ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ആത്മീക സത്യം തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. We can see about the truth which repeatedly told by Jesus unto his disciples. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഈ വിഷയം വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുകയാണ്. Before the ascension of Jesus Christ to heaven, he again and again told this to the disciples. ലൂക്കോസ് 24:49 വാക്യം വായിക്കുമ്പോൾ ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരത്തിൽ ചെന്ന് പാർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. In the book of Luke chapter 24 verse 49, you must tarry in the city of Jerusalem until you are endued with power from above. ഉയരത്തിലുള്ളതായി ശക്തിയെ ധരിക്കേണ്ടത് ആവശ്യമാണ്. It is important for us to be adorned with the power from above. അകത്തെ മനുഷ്യനിൽ ശക്തിയായിട്ട് ബലപ്പെടണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. It is mentioned that in our inner man we must be strengthened. അപ്പോസ്തല പ്രവൃത്തി 1:8 വാക്യത്തിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കും. That we can read in Acts of Apostles chapter 1 verse 8. ഉയരത്തിലെ ശക്തി അവർ ധരിച്ചപ്പോൾ ദൈവത്തിന്റെ സാക്ഷികളായി അവർ മാറി. When they received the power from above, they became testimonies or witnesses to God. നമ്മുടെ അകത്തെ മനുഷ്യൻ പല വിധത്തിലും ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. It is very important in many ways our inner man must be strengthened. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്നാണ് പലരും ക്ഷീണിച്ചും തളർന്നും പോകുന്നത്. In these days when people are faced with trials and difficulties, immediately they become ഒരു weary. ദൈവവൈതൽ ആന്തരികമായി എപ്പോഴും ബലശാലിയായി മാറണം. A child of God must always be strong in his inner man. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവം എങ്ങനെയാണ് നമ്മെ ആന്തരികമായി ശക്തീകരിക്കുന്നത്? How is the Lord making us strong in our inner man? നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം എങ്ങനെ ബലശാലികളായി തീരാം? How can we become strong in our spiritual life? സമയം ചുരുക്കമാകുന്നതുകൊണ്ട് വേഗത്തിൽ ഞാൻ ഈ വിഷയങ്ങളൊന്ന് പറഞ്ഞു പോകുകയാണ്. Because lack of time, I'm quickly telling everything. ഒന്നാമതായി നാം ആത്മാവിന്റെ ശക്തിയാൽ നാം അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തിക്കൊള്ളണം. First, by the Holy Spirit, we must be strengthened in our inner man. രണ്ടാമത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം വായിക്കുമ്പോൾ When we read 1 Kings chapter 19, ദൈവത്തിന്റെ ദൂതൻ ഏലിയാവിനെ തട്ടി ഉണർത്തി അപ്പവും വെള്ളവും തനിക്ക് കൊടുത്തു. the angel of Lord awoke Elijah and gave the bread and water. ആ ആകാരത്തിന്റെ ബലം കൊണ്ട് താൻ ദൈവത്തിന്റെ പർവ്വതമലയും രാത്രിയും പകലും 40 ദിവസം നടക്കാൻ തുടങ്ങി. With the strength of the meat that was given by the angel, he was able to walk 40 days and night unto the mountain of God. തന്റെ ജീവിതത്തിൽ ചില പ്രത്യേക കാര്യം കേട്ടപ്പോൾ താൻ ബലഹീനപ്പെട്ടു പോയി. When he heard certain things in his life, he was totally faint and weary. പ്രിയ ദൈവവൈതലേ, നീ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലായിരിക്കാം. Beloved child of God, you may be a praying man of God. അനവധിയായ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് നീ പ്രാപിച്ചിട്ടുണ്ടായിരിക്കും. You might have received many things from God. എന്നാൽ ചില പ്രത്യേക കാര്യങ്ങൾ കേട്ടപ്പോൾ
But when you heard certain news, നീ അറിഞ്ഞോ അറിയാതെയോ നിന്റെ ബലം ക്ഷയിച്ചു പോയോ ചോർന്നു പോയോ? with or without your knowledge, have you lost your strength? നീയും നിന്റെ ജീവിതത്തിൽ നിന്റെ ബലം നഷ്ടപ്പെട്ട് നിരാശപ്പെട്ട് ഈ ദിവസങ്ങളിൽ നീ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. Are you going forward after losing all your strength, or the inner strength of discouragement? നിന്നെ ബലപ്പെടുത്താൻ ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. Nobody in this world will be able to strengthen you. നിന്നെ ബലപ്പെടുത്തുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല. With no man it is possible to make you strong in this world. എന്നാൽ നിന്റെ അവസ്ഥയെ അറിയുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ട്. But there is a God who knows your true ആ strength. ദൈവം ഏലിയാവിന്റെ അടുക്കിലേക്ക് ദൂതനെ അയച്ചു. And the Lord sent the angel unto Elijah. ഏലിയാവിനെ തട്ടി ഉണർത്തി. And he was woken up. തനിക്ക് ആഹാരം ദൈവമാണ് കൊടുത്തത്. And the Lord gave him the meat. മാനുഷികമായ ആഹാരം നമ്മെ ബലപ്പെടുത്തുവാൻ പര്യാപ്തമായതല്ല. Though the manly human food is not sufficient to strengthen us, ദൈവം നമുക്ക് തരുന്ന ആഹാരത്തെ നാം ഭക്ഷിച്ച് നാം ബലപ്പെടുന്നവരായിരിക്കണം. we must receive the food from God and be strengthened. അപ്പോൾ നിന്റെ ജീവിതത്തിൽ ആത്മീകമായി നീ ബലം പ്രാപിക്കും. Only then you will be spiritually നീ strengthened. ദൈവത്തിന്റെ പർവ്വതത്തെ നോക്കി യാത്ര തുടരും. Then you will be able to continue your നിന്റെ journey. നിരാശകളെല്ലാം മാറിപ്പോകും. All your discouragement will pass away. ഒരു സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. We can understand the truth here. ഏലിയാവ് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സമയം വരെയും Until the moment Elijah was caught up to heaven, പിന്നീട് തന്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടും whatever trials and difficulties came against his ഏതെല്ലാം life, പ്രതികൂല സാഹചര്യങ്ങളെ കടക്കേണ്ടത് വന്നിട്ടും when he had to pass through many trials and പലവിധമായ പ്രതിസന്ധികൾ ഉയർന്നു വന്നിട്ടും when there were many tribulations against his life, താൻ ഇതെല്ലാം മറികടന്ന് മുൻപോട്ട് പോയി എന്ന് നമുക്ക് കാണാം. we can see he was able to overcome all this and go നീ forward. ആന്തരികമായി ഇന്ന് രാത്രി ബലം പ്രാപിക്കണം. Today you must be strengthened in a man. നീ ആത്മാവിനാൽ ബലം പ്രാപിക്കണം. By the Holy Spirit you must be ദൈവം strengthened. തരുന്ന വചനത്തിന്റെ ആകാരം കൊണ്ട് നീ ബലം പ്രാപിക്കണം. By the food which is the word of God you must be strengthened. മൂന്നാമത് ഒരു ദൈവത്തിന്റെ ബലം എന്ന് പറയുന്നത് അവന്റെ കണ്ണുനീരിന്റെ അനുഭവമാണ്. Finally the strength of a child of God is the experience of tears. 84-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ When we read the 84th Psalm, അവർ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ അവർ കടക്കേണ്ടത് വരികയാണ്. they had to pass through the valley of tears, എന്നാൽ അത് അവർ ജലാശയമാക്കിക്കൊണ്ട് അവർ മുൻപോട്ട് പോകുന്നു. but they made it a pool and they went forward, അടുത്തതായി നാം വായിക്കുന്നവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. and they received strength, more and more strength. ഓ ദൈവമക്കളുടെ ബലം അവന്റെ കണ്ണുനീരാണ്. The strength of the child of God is their tears. ഇന്ന് രാത്രി നീ കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ Tonight if we are praying with tears to God, നീ ഒരു ബലഹീനനല്ല. you are not a weak person. നീ ബലം പ്രാപിക്കുവാൻ പോകുകയാണ്. You are going to be strengthened. ഈ അടുത്തിടയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൂചിപ്പിച്ച എന്നെ ഉണർത്തിയ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ പറയാം. I want to say something which the Spirit of God reminded me this ഒരു day. ദൈവവൈതൽ ബലം പ്രാപിക്കുന്നതിന് മുമ്പ് അവർ കടന്നു പോകുന്നതായ അവസ്ഥ എന്ന് പറയുന്നത് The situation by which the people of God go through before they get strengthened, അവർ ബലം പ്രാപിക്കുന്നതിന് പ്രതികൂലമായ സാഹചര്യമാണ് അവരുടെ മുൻപിലുണ്ടാകുന്നത്. there may be hostile situations to receive the strength from God. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഒരിക്കൽ അവർ ബലപ്പെടാൻ പോകുന്നു എന്ന് സൂചന പോലും ലഭിക്കാത്തതായ അവസ്ഥയിൽ കൂടെ അവർ നടത്തപ്പെടുകയാണ്. They are led in a path that in the eyes of the world there is no sign that they will be strengthened. അതുകൊണ്ടാണ് ഇവിടെ നാം വായിച്ചത് കണ്ണുനീരിന്റെ താഴ്വര. That is the one thing that we read in the valley of എല്ലാവരും tears. കാണുമ്പോൾ അവർ കണ്ണുനീരോട് പോകുകയാണ്. When everyone was seeing, they were with tears. ബലഹീനപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ കരയുന്നത്. Only when a man is weak, he starts crying. സഹായം അറ്റുപോകുമ്പോഴാണ് കരയുന്നത്. When there is no help, he starts എന്നാൽ crying. ദൈവമക്കളെ സംബന്ധിച്ച് But concerning the children of God, അവർ ബലഹീനപ്പെട്ടല്ല കരയുന്നത്. they are not crying because they are weak. അവർ ബലം പ്രാപിക്കുന്നതിന് മുമ്പ് Before receiving the അവർ strength, ദൈവസന്നിധിയിൽ അവർ കരയുകയാണ്. they are crying in the presence ഒരു of God. കണ്ണുനീരിന്റെ താഴ്വര ദൈവർക്ക് നൽകുകയാണ്. And the Lord is giving them a valley of ഈ tears. ബലമായി ബലപ്പെട്ട് ജീവിക്കുന്നതിന്റെ ഒരു രഹസ്യമാണ് നിന്റെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന. This is the secret of receiving a strength in your life, is a prayer with tears. ഈ കണ്ണുനീർ അവരെ ബലശാലികളായി മാറ്റും. And these tears are strengthening them. ഒരു ദൈവവൈതന്റെ ബലം അവരുടെ കണ്ണുനീരാണ്. For a child of God, the strength is their tears. അടുത്തതായി നാം പഠിക്കുന്ന ദൈവത്തിന്റെ കൃപ നമ്മെ ബലപ്പെടുത്തുകയാണ്. Next we read the grace of God strengthens the child of God. ഏത് ഒരു പ്രതികൂല സാഹചര്യത്തിൽ Whatever may be the difficult situation, നീ കടന്നു പോകേണ്ടതിന് then you have to pass through. നിനക്ക് കടക്കുവാൻ
കടക്കുവാൻ കഴിയാത്ത പ്രതികൂലം വരുമ്പോൾ, when you are unable to pass over, നിന്റെ മുൻപിലുള്ളതായ പ്രശ്നങ്ങൾ നിന്നെ തകർത്ത് കളയുമ്പോൾ, when the problems before you are trying to destroy you, ദൈവം പൗലോസിനോട് പറഞ്ഞതുപോലെ as God spoke to Paul, ഇന്ന് രാത്രികാലം നിന്നെ ബലപ്പെടുത്തുന്നതായി ദൈവ കൃപ ഈ പന്തലിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. the grace of God which is strengthening you is operating within this bundle tonight. ശത്രു പല തെറ്റിദ്ധാരണകൾ നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. The enemy might have brought many misunderstandings പല in your life. ആവശ്യത്തോട് ദൈവത്തോട് നീ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്തത് കൊണ്ട് നിന്നെ നിരാശപ്പെടുത്തിയിരിക്കാം. With many needs you might have cried unto the Lord, but because you didn't receive answer, the enemy might have discouraged you. എന്നാൽ ദൈവം തന്റെ കൃപയെ പലരുടെ മേലും ഇന്ന് രാത്രി പകർന്നുകൊണ്ടിരിക്കുന്നു. But tonight the Lord is shedding abroad His grace upon many people tonight. കൃപ പ്രാപിച്ചവരെ ഇന്ന് രാത്രി ദൈവത്തെ നിങ്ങൾ സ്തുതിക്കുവാൻ പോകുന്നു. All those who received grace today, you are going to give glory to നിന്റെ മേൽ God, ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. because the power of God is coming upon you. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ എന്റെ ബലഹീനതയിൽ ഇപ്പോൾ പ്രശംസിക്കുന്നു. Therefore, St. Paul said, I rejoice in my weakness. ശത്രു തന്നെ ബലഹീനപ്പെടുത്തുവാൻ നോക്കി. The enemy tried to weaken him, ശത്രു തന്നെ ബലഹീനൻ എന്ന് പറഞ്ഞ് തന്നെ നിരാശപ്പെടുത്താൻ നോക്കി. and the enemy tried to discourage him, say you are weak. എന്നാൽ പൗലോസ് ഏറ്റുപറയാൻ തുടങ്ങി, But St. Paul started confessing, ഞാൻ ഇപ്പോൾ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുകയാണ്. now I will rejoice or glory in my infirmity. ഇന്ന് രാത്രികാലം എന്നോടൊപ്പം നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തോട് പറയുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? How many of you desire to lift up your hands with me and confess to ഇത് God? നീ പറയുമ്പോൾ When you say this, ശത്രു ലജ്ജിച്ചു ഓടും. the enemy will be put to shame. ഞാൻ ഇപ്പോൾ പ്രശംസിക്കാൻ തുടങ്ങി. I am going to glory now. ഞാൻ ഇപ്പോൾ പ്രശംസിക്കുകയാണ്. I am glorying in it, ദൈവത്തിന്റെ ശക്തി എന്നിൽ ആവർത്തിക്കേണ്ടതിന്, because the power of God must be upon me, ദൈവശക്തി എന്നിൽ ആവർത്തിക്കേണ്ടതിന് that the power of God may rest upon ഞാൻ me. എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. St. Paul says, I rather glory in my ഒരു infirmity. ഭാഗത്ത് സാത്താൻ തന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. On the one side, Satan is എന്നാൽ piercing, മറ്റൊരു ഭാഗത്ത് ദൈവശക്തിക്കായി പൗലോസ് അതിൽ പ്രശംസിച്ചു തുടങ്ങി. but on the other side, to receive the power of God, he was glorying in his infirmity. ഇന്ന് രാത്രികാൽ Tonight, നീ ദൈവത്തിൽ പ്രശംസിക്കുന്നുവോ? are you rejoicing or glorying in the Lord? ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങും. The power of God will come upon you. ദൈവകൃപ നിന്റെ മേൽ ആവർത്തിക്കും. The grace of God will be shed abroad. ഓ, ദൈവം നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. The Lord is strengthening us. അഭിഷേകത്താൽ ബലപ്പെടുത്തുന്നു. By the Holy Spirit is strengthening. ദൈവ വചനത്താൽ ദൈവം നിന്നെ ബലപ്പെടുത്തുന്നു. By the word of God is strengthening you. കണ്ണുനീരുടെ അനുഭവത്തിൽ കൂടെ നടത്തി ദൈവം നിന്നെ ബലപ്പെടുത്തുന്നു. By leading you through the experience of tears, he is strengthening you. ദൈവകൃപ നിന്റെ മേൽ പകർന്ന് ദൈവം നിന്നെ ബലപ്പെടുത്തുകയാണ്. By him shedding his grace, he is strengthening you. ഇതാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാൻ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. These are the things that the Lord has given to strengthen our അതുകൊണ്ടാണ് covenant. നാം ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. That is why we are receiving the strength. അതുകൊണ്ടാണ് നാം ബലഹീനപ്പെട്ടു പോകാതിരിക്കുന്നത്. That is why we are not becoming ഓ, weak. ദൈവം നമുക്ക് തന്ന ബലത്തിനായി ശക്തിയോട് നമുക്ക് ചേർന്ന് ഒരു ഹല്ലേലൂയ പറയാം. Hallelujah. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അതെ, ദൈവം അകത്തെ മനുഷ്യനെ തന്റെ ആത്മാവിന്റെ ശക്തിയാൽ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. The Lord is strengthening the inner man through his Holy Spirit. മനുഷ്യർക്ക് അസാധ്യമായതിനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം സാധ്യമാക്കി തരികയാണ്. What is impossible for man, the Lord is through his Holy Spirit making it possible. അടുത്തതായി പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം 10-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, When we read 1 Corinthians chapter 10 verse 3 and 4, ഞങ്ങളുടെ അതെ പോരിന്റെ ആയുധമോ ജഡീകമല്ല എന്ന് പൗലോസ് പറയുക. St. Paul says, for our weapons of warfare are not carnal, അത് കോട്ടകളെ ഇടിച്ചു കളയുവാൻ അത് ശക്തിയുള്ളതായിരിക്കുകയാണ്. but mighty through God to the pulling down of strongholds. ദൈവത്തിന് സ്തോത്രം. Glory be to God. അവയാൽ സങ്കല്പങ്ങളെയും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്ന എല്ലാ ഉയർച്ചകളെയും ഞങ്ങൾ ഇടിച്ചു കളയുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. St. Paul further says, casting down imaginations and every high thing that exalteth itself against the knowledge of God. ഒരിക്കൽ നമ്മുടെ സഭയിൽ ഒരു യവനക്കാരനായ ഒരു സഹോദരൻ കടന്നു വന്നു. One time a young boy came to our church. അവരുടെ ജീവിതത്തിൽ കടഭാര മുഖാന്തരമായി അവർ കുടുംബമായി ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി അവർ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. And they already made a decision to commit suicide because of the problem of debt. നല്ല സമ്പത്തുണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. They have plenty of riches, but they lost everything. കുടുംബത്തിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവർ മരിക്കുവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയുണ്ടായി. When everything was lost, they wanted to commit suicide.
അവർക്ക് 2 മക്കളുണ്ട്. They had 2 children. എന്നാൽ അവർ മരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ When they prepared to die, അതെ അവളുടെ മോള് പറഞ്ഞു, എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ മരിക്കുന്നില്ല എന്ന് പറയുകയുണ്ട്. and the child said, I am afraid, I don't want to die. അതുകൊണ്ട് അവരന്ന് അത് ഉപേക്ഷിക്കുവാനിടയായി തീർന്നു. Therefore they left that plan. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു സഹോദരൻ ആ ഭവനത്തിലേക്ക് ചെന്നത്. At the time only one of our brother went to the visiting house. യേശുവിനെ കുറിച്ച് പറഞ്ഞു. He spoke about Jesus. അദ്ദേഹം പറയുകയുണ്ടായി, ഒരേ ഒരാഴ്ച മാത്രം സഭായോഗത്തിൽ നമ്മുടെ കൂട്ടായ്മയിൽ വന്നിട്ട് പിന്നെ നിങ്ങൾ മരിച്ചാൽ മതി എന്ന് പറയുകയുണ്ടായി. He said, just come and attend one meeting in our church, thereafter you can decide whatever you want. അവരന്ന് ദൈവത്തിന്റെ ആലയത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടെയാണ് ഇടപെടാൻ തുടങ്ങിയത്. And when they came to the church, the Holy Spirit spoke to them through these words. അവരുടെ ജീവിതത്തിൽ ചില ദൈവ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നതായ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. Because there were certain imaginations and thoughts which were against the knowledge of God. ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ ചില സങ്കല്പങ്ങളുണ്ട്. Even today in the life of man there are certain imaginations. മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. But there is a purpose of God concerning every man. അവന്റെ സങ്കല്പപ്രകാരം പല കോട്ടകളും അവൻ പണിതുകൊണ്ടിരിക്കുകയാണ്. According to his own imagination, he wants to build up many forts. ദൈവത്തിന്റെ പ്ലാൻ എതിരായിട്ട് മനുഷ്യൻ പലതും ഇന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. Against the plan of God, men want to build up many forts. ബാബേൽ ഗോപുരം ഉയർന്നതുപോലെ തന്നെ As the Tower of Babel was built, ദൈവത്തിന്റെ ഹിതത്തിന് എതിരായിട്ട് മനുഷ്യൻ പലതും കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. man is trying to build many things against the plan of God. എന്നാൽ ഒരു ആത്മീകന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ളതായ കോട്ടകളെ അവർ ഇടിച്ചു കളയേണ്ടതാണ്. But in the life of a spiritual child, such forts must be destroyed. ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് അവൻ മനസ്സിലാക്കണം. He must understand what is the plan of God concerning him. ദൈവം എന്തിനായിട്ട് നമ്മെ വിളിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കണം. He must understand why the Lord has called us. നമ്മുടെ വിളിയെ തിരഞ്ഞെടുപ്പിനെ നാം ഉറപ്പാക്കിക്കൊള്ളണം. We must make sure our calling and election. അതിനെതിരായിട്ട് ഉയർന്നതായ കോട്ടകളെ ദൈവമക്കൾ ഇടിച്ചു കളയണം. And we must build up all the walls that are rising against him. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുകയാണ്, Here St. Paul says, ദൈവത്തിന്റെ ആ ദൈവം തരുന്നതായ ആത്മീകമായ ഈ ആയുധം എന്ന് പറയുന്നത്, what is the spiritual weapon which the Lord gives us? ആത്മീക ജീവിതത്തിൽ നമുക്ക് ആത്മീകമായ ആയുധം ധരിച്ചവരായി നാം മുൻപോട്ട് പോകണം. In our spiritual life, we must be adorned with the spiritual weapons. എന്താണ് ഈ ആത്മീക ആയുധം എന്ന് പറയുന്നത്? What are the spiritual weapons? എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായം പഠിക്കുമ്പോൾ When we read Ephesians chapter 6, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, we wrestle not against flesh and blood, വാഴ്ചകളോടും അധികാരത്തോടും സ്വർലോകത്തിൽ ദുഷ്ടാത്മ സൈന്യത്തോടുമാണ്. but against principalities and powers and against rulers of darkness and spiritual weaknesses. എന്നാൽ ഇന്ന് മനുഷ്യനെ ശത്രു തെറ്റിദ്ധരിപ്പിച്ച് വേറെ ഒരു ദിശയിലേക്ക് കൊണ്ടുപോകുകയാണ്. But today the enemy is misleading people and diverting to different paths. അവൻ ജഡരക്തങ്ങളോട് യുദ്ധത്തിന് പോകുവാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. And he is trying to fight with flesh and blood. കർത്താവായ യേശു ക്രിസ്തു അത് വ്യക്തമാക്കി തരികയാണ്. The Lord Jesus is making it very clear for us. യോഹന്നാൻ കഴിഞ്ഞ സുവിശേഷം നാം വായിക്കുമ്പോൾ When we read the Gospel of John, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. glory be to God. എന്റെ രാജ്യം ഐഹികമല്ല. My kingdom is not earthly. എന്റെ രാജ്യം ഐഹികമാണെങ്കിൽ If it was earthly, എന്റെ സേവകന്മാർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. my disciples will fight for it. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ യുദ്ധം ജഡപ്രകാരമുള്ള യുദ്ധമല്ല. Beloved, our battle is not a battle according to flesh. ആ ജഡപ്രകാരം ഒരു വ്യക്തി യുദ്ധം ചെയ്യുമ്പോൾ If someone is battling against according to അവൻ the flesh, ആത്മീകമായ യുദ്ധത്തിൽ അവൻ പരാജയപ്പെട്ടു പോകും. he will be defeated in the spiritual battle. അവന്റെ പ്രാർത്ഥനയും അവന്റെ യുദ്ധവും അതിനുവേണ്ടി മാത്രമായി തീരും. He will spend all his time and effort only for the battle. എന്നാൽ ഒരു ദൈവത്തിന്റെ യുദ്ധം ആരോടാണ്? But unto whom is the fight? പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കി തരുന്നു. St. Paul makes it very clear. നമുക്ക് പോരാട്ടമുണ്ട്. We have to wrestle, അത് ജഡരക്തങ്ങളോടല്ല, but that is not against flesh and blood. വാഴ്ചകളോടും അധികാരത്തോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സൈന്യത്തോടുമാണ്. It is against principalities and powers and spiritual wickedness in high places. ഒരു ദൈവമൈതന്റെ ആത്മീകത്തിന് എതിരായി പോരാടുന്ന ദുഷ്ടശക്തികളുണ്ട്. There are spiritual wicked spirits that are working against the spiritual life of the Son of God. വാഴ്ചകളും അധികാരങ്ങളും ഉണ്ട്. There are principalities and powers. ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും ആത്മാവിന്റെ ആയുധം കൊണ്ട് കീഴ്പ്പെടുത്തണം. We have to, through the spiritual weapons, destroy all the principalities and powers. ആത്മാവിന്റെ ആയുധം കൊണ്ട് വാഴ്ചയും അധികാരം കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ, If we are unable to subdue these principalities and powers through the spiritual weapons, വാഴ്ചകളും അധികാരത്തിന്റെ പിന്നിലേക്ക് മനുഷ്യൻ ഓടിപ്പോകും. the men will go after the principalities and powers. ഇന്ന് ലോകത്തിൽ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. Today we see that is the same thing that is happening in the world. എന്തിനാണ്
ദൈവം അഭിഷേകം നമുക്ക് നൽകി തന്നത്? Why did the Lord anoint us with the Holy Spirit? നമുക്കൊരു സ്വർഗീയമായ വാഴ്ചയുണ്ട് പ്രിയമുള്ളവരെ. We have an eternal reign. യേശു വരാറായി. Our Jesus is coming soon. നാം യേശുവിനോട് കൂടെ ഈ ഭൂമിയിൽ 1000 ആണ്ട് ഒരു വാഴ്ചയിൽ ഈ ഭൂമിയെ ഭരിക്കുവാൻ പോകുന്നു. For 1000 years together with Jesus, I am going to reign over this world. ഈ വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾ, All those people who have ഈ received വെളിപ്പാട് this, പ്രാപിച്ച അതെ ദൈവത്തിന്റെ ശുശ്രൂഷകർ, all the servants of God who have received the revelation, അവർ ഭൂമിയിൽ ഒരു വാഴ്ചയ്ക്ക് വേണ്ടി അവർ താല്പര്യപ്പെടുന്നവരല്ല. they do not desire for a reign in this world. നമുക്ക് വാഴ്ചകളോട് അധികാരത്തോടും അതെ യുദ്ധം ചെയ്ത് നാം ജയിക്കേണ്ടവരാണ്. We have to wrestle against principalities and powers and we must overcome. അതാണ് ദൈവം തന്റെ അഭിഷേകത്തിൽ കൂടെ നമ്മെ ശക്തീകരിക്കുന്നത്. വാഴ്ചകളോടും അധികാരത്തോടും യുദ്ധം ചെയ്ത് നാം ജയിക്കുന്നവരായി മാറാൻ. In order for us to overcome fighting against principalities and powers, the Lord is sending His Holy Spirit and strengthening us. അതിനാണ് പരിശുദ്ധാത്മാവിന് ശക്തി ദൈവം തന്നിരിക്കുന്നത്. That is why the power of the Holy Spirit is given. ഏതെങ്കിലും വാഴ്ചകളും അധികാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മെ അതെ വശീകരിക്കുന്നുവെങ്കിൽ, If there is any principality or power that is trying to attract us, യേശു പറഞ്ഞു ഞാൻ ഒരു ദാസനായിരുന്നു. Jesus said, I was like a servant. യേശു ലോകത്തിൽ വന്നത് ഒരു ദാസരൂപം എടുത്തുകൊണ്ടാണ്. Jesus came to this world taking the form of a ആ servant. മാർഗത്തിലാണ് നാം ആയിരിക്കുന്നത്. And we are in the same path. ഈ ലോകത്തിൽ നമുക്കൊരു സ്ഥാനമോ മാനമോ ഇതൊന്നും വേണ്ട. In this world, we do not desire any position or power. എനിക്ക് എന്റെ യേശു മതി. I need only my Jesus. അത് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നവർ How many of you desire to confess that? കരങ്ങളെ ഉയർത്തി ശക്തിയോട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, We wrestle not against flesh and blood, അതേ വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. against principalities, against power. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, Therefore, Apostle Paul said, ഒടുവിൽ സഹോദരന്മാരെ finally, brethren, കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെട്ടുകൊള്ളണം. be strengthened in the power of the Lord and His might. കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുമ്പോൾ When we are strengthened in His might of the Lord, വാഴ്ചകളോടും അധികാരങ്ങളോടും പോരാടുവാൻ we will be able to fight against the principalities അതേ and powers. സർവായുധ വർഗം നാം ധരിക്കുന്നവരായി മാറും. We will be able to put on the whole armor of God. വാഴ്ചകളെ അധികാരങ്ങളെ ജയിക്കുവാനുള്ളതായ സർവായുധ വർഗം നാം ധരിച്ചുകൊണ്ട് ആത്മീക ജീവിതം ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ്. We are called to do a spiritual life, putting on the whole armor of God to fight against principalities and powers. അതുകൊണ്ട് യേശുവിനെ രാജാവാക്കുവാൻ എല്ലാവരും ഓടി വന്നപ്പോൾ Then everybody came running to make Jesus as king. യേശു അവിടെ നിന്ന് അത് മറഞ്ഞു അത് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴിഞ്ഞു മാറിപ്പോയി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Jesus moved away from this place, hiding himself from the people. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്നാൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ല. But today what is happening? മനുഷ്യൻ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പദവിക്ക് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. Men desiring to be in power and position. ആത്മാവിന്റെ ശക്തിയാൽ ഈ വാഴ്ചകളെ അധികാരങ്ങളെയും നാം കീഴ്പ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടവരാണ്. But we are called to destroy these principalities and powers by the Holy Spirit. അടുത്തതായി നാം വായിക്കുമ്പോൾ Let me further read. അതെ ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്കൊരു ഒരുക്കം ആവശ്യമാണ്. Through the Holy Spirit we need a preparation. കർത്താവായ യേശു മടങ്ങി വരുമ്പോൾ ഒരുക്കപ്പെടുന്നവരാണ് ക്രിസ്തുവിന്റെ കാന്തയായി അവന്റെ മുൻപിൽ നിൽക്കുവാൻ പോകുന്നത്. When the Lord Jesus appears, those who are prepared will be seen as വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ When we come to Revelation chapter 19 verse 7. തന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ആ ഭാഗം മാത്രം ഒന്ന് വായിക്കും. അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. And his wife hath made herself ready. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അതേ പുതിയ നിയമസഭയിൽ ക്രിസ്തുവിന്റെ കാന്തയായി ജീവിക്കുന്നവർക്ക് ഒരു ഒരുക്കമുണ്ട്. Those who are living as a bride as of Christ in the New Testament church, they need to be prepared. എന്തിനാണ് ഇവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്? Why are they preparing? അവർ ഒരുങ്ങുവാനുള്ളതായ കാരണം എന്താണ്? What is the reason for them to get ready? അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി ദൈവസഭയ്ക്ക് ഉപദേശം നൽകുമ്പോൾ When St. Paul gives the doctrine unto the church of God, ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ Philippians chapter 3 verse 20, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, for our citizenship is in heaven. അവിടെ നിന്ന് കർത്താവായ യേശു എന്ന രക്ഷിതാവ് വെളിപ്പെടാൻ പോകുകയാണ്. From whence
we look for the Savior, our Lord Jesus Christ. നമുക്ക് ഒരു പൗരത്വം ഉണ്ടെന്ന് പൗലോസ് പറയുന്നു. St. Paul says we have a ആ citizenship, പൗരത്വം സ്വർഗത്തിലാണ്. and that is in heaven. ഈ സ്വർഗത്തിലെ പൗരത്വമുള്ളതായ ദൈവമക്കൾക്ക് The people of God who have citizenship in heaven, അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. by the power of the Holy Spirit, they are preparing themselves. കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 5-ാം അധ്യായം വായിക്കുമ്പോൾ 2 Corinthians chapter 5, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭാവം അഴിഞ്ഞു പോയാൽ though the tabernacle of this earth will be demolished, കൈപ്പണിയല്ലാത്തതായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. we know that we have a building of God made not with hand, eternal in heaven. ഈ സ്വർഗീയമായ കെട്ടിടത്തെ സംബന്ധിച്ച് അറിവ് പ്രാപിക്കുന്നവർ, Those who have the knowledge about the eternal habitation, അവർ ഈ ഭൂമിയിൽ അന്യരും പരദേശികരുമായി ജീവിക്കുകയാണ്. they are living as strangers and pilgrims in this world, ആ സ്വർഗീയമായ പാർപ്പിടത്തിന് വേണ്ടി അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. and they are preparing themselves for the eternal abode. ഈ സ്വർഗീയമായ കെട്ടിടത്തിൽ പോയി ഒരു വ്യക്തി താമസിക്കണമെങ്കിൽ If a person has to live in the spiritual abode, അതേ അധ്യായം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ when we read the same chapter 5th verse, അതിനെ ആത്മാവിനെ അച്ചാരമായി തന്ന ദൈവം ഞങ്ങളെ ഒരുക്കുന്നു. the Lord who has given us the spirit of earnest is preparing us for that. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ By the power of the Holy Spirit, ദൈവസഭയിൽ അനേക വിശുദ്ധന്മാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. many saints are being made ready in the church of God. അതാണ് ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം എന്ന് പറയുന്നത്. That is the important truth concerning the church of God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അതേ യേശു മടങ്ങി വരാനാണ്. Yes, our Lord Jesus is coming back. ആത്മാവിനാൽ ഒരുക്കപ്പെടുന്ന ഒരു കൂട്ടജനം ദൈവസഭയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And in the church of God, one group are being prepared by the Holy Spirit. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഈ ഒരുക്കം അഭിഷേകത്തിൽ കൂടെയാണ്. If this preparation is through the Holy Spirit, അഭിഷേകം പ്രാപിക്കാത്തവർ കാത്തിരിപ്പ് യോഗത്തിൽ ചെന്ന് അഭിഷേകം പ്രാപിച്ചാട്ടെ. those who have not received the anointing, please wait at the tarry meeting and receive the Holy Spirit. അഭിഷേകമാണ് നമ്മെ ഒരുക്കുന്നത്. Because it is the anointing that is preparing us. അഭിഷേകത്തിൽ കൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരുക്കം നമുക്കുണ്ടാകുന്നത്. Only through the anointing we can be prepared. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. For our conversation is in നമുക്ക് heaven, അവിടെ ഒരു കെട്ടിടമുണ്ട്. where we have a building. ഈ ലോകത്തിന് ഒന്നുമില്ലെങ്കിൽ നീ ഭാരപ്പെടേണ്ട. Even if you have nothing in this world, be not ആ worried. സ്വർഗീയമായ പാർപ്പിടത്തിന് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Let us be prepared for the habitation in heaven. അടുത്തതായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, What is the greatness of this Holy Spirit? റോമാലേഖനം 8:23 വാക്യം വായിക്കുമ്പോൾ When we come to Romans chapter 8 verse ഈ 23, ശരീരത്തിന് ഒരു വീണ്ടെടുപ്പുണ്ടെന്ന് പൗലോസ് പറയുക. St. Paul says there is a redemption for this body. ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, There is a redemption for this ഈ body. ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായിട്ട് നാം ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. And we are groaning within ourselves for the redemption of our body. വായിക്കാം. ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവമക്കൾ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായിട്ട് അവരുടെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. The children of God are waiting for the adoption, which is the redemption of our body. എന്തിനാണ് ഈ ശരീരത്തിന് ഒരു വീണ്ടെടുപ്പ് ആവശ്യം? Why this body needs a redemption? മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും, People who are from the earth are like the earth, സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമായി തീരുന്നു. and those who are heavenly, they are like the heavenly. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 50 തുടങ്ങിയ വാക്യങ്ങളിൽ താൻ പറഞ്ഞത് എങ്ങനെയാണ്? When Paul speaks in Corinthians chapter 15 verse 54, ജഡരക്തങ്ങൾക്ക് ദൈവത്തിന്റെ രാജ്യത്തെ അവകാശമാക്കുവാൻ ഒരിക്കലും കഴിയുന്നതല്ല. flesh and blood cannot inherit the kingdom of God. ദൈവത്തിന് സ്തോത്രം. Glory be to God. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ഒരിക്കലും അവകാശമാക്കുകയില്ല. Corruption cannot inherit incorruption. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും The corruption, the incorruption. ഇത് മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. The immortal must put on, the mortal should put on immortal. ഇത് ആ അമർത്യത്വം ധരിക്കുമ്പോൾ When it is put on with immortal, മരണം നീങ്ങി ജയം വന്നു എന്നതായ വചനത്തിന്റെ നിവർത്തി ഉണ്ടാകുകയാണ്. then the word is fulfilled that death is swallowed up in life. അങ്ങനെയാണ് അവർ മരണത്തെ ജയിച്ച് That is how they were overcome the death. അവർക്ക് ദൈവം മറ്റൊരു ശരീരം അവർക്ക് നൽകി The തരികയാണ്. Lord is giving another body unto them. അതാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 3:18 പറഞ്ഞിരിക്കുന്നത്. That is what 2 Corinthians chapter 3 we read about that. ആ ശരീരം എങ്ങനെയുള്ളതായ ശരീരമാണ്?
how that body will be. ആത്മാവിനാൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതായ ആ വ്യക്തി യേശു മടങ്ങി വരുമ്പോൾ അവർ രൂപാന്തരം പ്രാപിക്കുന്നു. By the Spirit who are going from glory to glory will be transformed at the appearance of the Lord Jesus. ആത്മാവാകുന്ന കർത്താവിനാൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. By the Lord who is the Spirit, they are transformed from glory to glory and attaining to the same image of the Lord. മനുഷ്യർക്ക് അസാധ്യമായതിനെ ദൈവം സാധ്യമാക്കി തരികയാണ്. And the Lord is making things possible which are impossible with men. യേശു ക്രിസ്തുവിനെ അല്ലാതെ സ്വർഗ്ഗത്തിലേക്ക് ആരും കയറിയിട്ടില്ല. Nobody has ascended up to heaven except Jesus. എന്നാൽ ഒരു കൂട്ടം വിശുദ്ധന്മാർ സ്വർഗ്ഗത്തിലേക്ക് പറന്നു ഉയരാൻ പോകുന്നു. But a group of saints are going to fly up into heaven. അവർ ഈ ശരീരം കൊണ്ടല്ല പറന്നു ഉയരുന്നത്. And they are not going to fly with the same body. അവർക്ക് തേജസ്സേറിയ ഒരു ശരീരം ദൈവം നൽകി തരികയാണ്. And the Lord will give a glorious body into ഇതാണ് them. ദൈവമക്കളുടെ പ്രത്യാശ എന്ന് പറയുന്നത്. This is the hope of the children of അത് God. നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ട് പ്രാപിക്കുന്നതല്ല. That cannot be attained with our own ability. മനുഷ്യർക്ക് അസാധ്യം, It is impossible with man. എന്നാൽ ദൈവത്തിന് അത് സാധ്യം. But it is possible with God. എന്റെ ആത്മാവിനാൽ അത്ര എന്ന് പറഞ്ഞിരിക്കുന്നത്. It said, by my spirit. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, Therefore in Romans and Paul said, ക്രിസ്തുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നുവെങ്കിൽ, if the spirit of him that raised Christ from the dead dwell in you, ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരത്തെയും തന്റെ ആത്മാവിനാൽ ജീവിപ്പിക്കും. he that raised up Christ from the dead will also quicken your mortal bodies by the spirit that dwelleth in you. യേശു മടങ്ങി വരുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നു? When Lord Jesus returns, what is going to happen? പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് ലേഖനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. When Paul went right into the Thessalonians, say, അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? what is said there? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും, Those who have died in Christ will rise first, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടാൻ പോകുകയാണ്. and those who remain and are alive will be transformed. എങ്ങനെ അത് സംഭവിക്കും? How that will അത് happen? കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ട്, In the twinkling of an eye. കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ട് In the twinkling of an ഈ eye. ശരീരം രൂപാന്തരപ്പെടാൻ പോകും. This body will be transformed, മരിച്ചവർ ഉയർക്കാൻ പോകും. and those who are dead will rise first. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാൻ കഴിയും. Beloved, let's close our eyes. അസാധ്യങ്ങൾ ദൈവം സാധ്യമാക്കുന്നവനാണ്. The Lord makes impossible things possible. ലൂക്കോസിന്റെ സുവിശേഷം 8:43 വാക്യം വായിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. I want to conclude my words by reading Luke chapter 8 verse 43. അനേക വർഷം രോഗിയായിരുന്നതായ ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. A woman who was sick for many years came unto Jesus. വൈദ്യന്മാരാൽ ഏറെ ഒന്ന് താൻ ചെലവാക്കി തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. She spent much money with the physicians and she lost അവരുടെ everything. പണം നഷ്ടപ്പെട്ടപ്പോൾ വൈദ്യന്മാർ അവളെ കൈവിട്ടു. Then all her money was over, even the physicians. അവളുടെ ജീവിതത്തിൽ ഇനി അവൾക്കൊരു ആശ്രയമില്ല. And now she does not have any hope anymore. അവൾ യേശുവിനെ സംബന്ധിച്ച് കേട്ടു. But she heard about Jesus. യേശുവിനെ ചുറ്റും പുരുഷാരം തിക്കിത്തിരക്കി നിൽക്കുമ്പോൾ ഇവൾ യേശുവിന്റെ അടുക്കിലേക്ക് നീങ്ങിത്തുടങ്ങി. Then there was a multitude thronging Jesus. She came near unto Jesus. അവളുടെ ഉള്ളിൽ ഒരു തീരുമാനമുണ്ട്. And there was a decision in her heart. ഇത്രയും വർഷം വൈദ്യന്മാരെ കൊണ്ട് സാധിക്കാത്തത് യേശുവിന്റെ വസ്ത്രത്തിന്റെ അറ്റം തൊട്ടാൽ എനിക്കൊരു വിടുതലുണ്ടാകുമെന്ന് അവൾ ചിന്തിച്ചു. The thing which was impossible by all the physicians in the past days, if I touch the hem of the garment of Jesus, I will ഇന്ന് receive. രാത്രിക്കാർ Tonight, ഈ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് before we conclude the meeting, നീ ഏത് പ്രശ്നങ്ങളുടെ മുഖത്ത് പരാജയപ്പെട്ട് in whichever problem you are in a defeated state, ഇനി ഒരിക്കലും സാധ്യമല്ല എന്ന് മറ്റുള്ളവർ നിന്നോട് പറഞ്ഞത് കേട്ട് ഇന്ന് രാത്രി നിരാശയോട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, after hearing by others that it is impossible anymore, with discouragement if you have come here, അത് നിന്റെ ആത്മീക ജീവിതത്തിലോ ഭൗമിക ജീവിതത്തിലോ ഏത് കാര്യമായിക്കൊള്ളട്ടെ, and whatever may be, it may be in a spiritual life or in your world life, എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചില ദൈവമക്കളെ തൊടുവാനും അവരെ വിടുവിക്കുവാനും ആഗ്രഹിക്കുകയാണ്. tonight the Spirit of God wants to touch some of the children of God and deliver them. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Let us all stand up. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ വചനത്തെ നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരുന്നാണ്. As you raise up, meditate these verses. ഇന്ന് രാത്രി മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പ്, Even before the meeting is concluded, നിന്റെ ഉച്ച മുതൽ പാദം വരെയും ഒരു ദൈവശക്തിയുടേതായ ഒരു സ്പർശനം നീ അനുഭവിക്കുവാൻ പോകുകയാണ്. you are going to experience a touch of God from the head to toe in your body. തിക്കിത്തിരക്കിയതായ അവരിൽ ദൈവശക്തി വ്യാപരിച്ചില്ല.
Those who, the multitude that was stoning Jesus, they did not receive power. എന്നാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവശക്തിയുടേതായ ഒരു പ്രവൃത്തി നടക്കുവാൻ തുടങ്ങി. But in one person there was the working of the virtue of God. ആ ഒരു വ്യക്തി ഞാനായി തീരണമെന്ന് ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണ്. Tonight you must pray, that person, it must be me. ഈ കൺവെൻഷൻ അവസാനിക്കുന്നതിന് മുമ്പ്, before the conclusion of this convention, ഒരുപക്ഷെ ഈ ശബ്ദം ഭവനത്തിൽ അത് നീ ശ്രവിച്ചുകൊണ്ടിരിക്കാം. perhaps you may be listening to this voice from your home, അല്ലെങ്കിൽ റോഡിലോ എവിടെങ്കിലോ ഈ ശബ്ദം നീ ശ്രവിച്ചുകൊണ്ടിരിക്കാം. or you may be standing on the roadside and listening to it. യേശുവെ വിശ്വസിച്ചുകൊണ്ട് അവന്റെ വസ്ത്രത്തിന്റെ അറ്റം തൊടും എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് അവൻ നീങ്ങി തുടങ്ങി. And she determined in her heart that I will touch the hem of the garment of Jesus. She moved forward. അവൾ മുൻപോട്ട് വന്നപ്പോൾ എല്ലാം പ്രതികൂലമായിരുന്നു. And as she was nearing Jesus, everything was hostile. യേശുവിന്റെ വസ്ത്രം തൊടുവാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. There was no situation or opportunity to touch the hem of his garment. എന്നാൽ അവളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. But within her heart there was a faith. യേശു എന്നെ സൗഖ്യമാക്കുമെന്ന്. My Jesus will heal me. ഈ വൈദ്യന്മാർ എന്നെ കൈവിട്ടതുപോലെ യേശു എന്നെ കൈവിടുകയില്ല എന്ന്. As the physicians forsook, like the Jesus will not forsake me. ഞാൻ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? How many of you believe tonight I will receive healing? അതെ, അസാധ്യങ്ങളെ എന്നെ ദൈവം സാധ്യമാക്കുമെന്ന് എത്ര പേർ How വിശ്വസിക്കുന്നു? many of you believe the Lord will turn all the impossibilities to possible? കാരണം യേശു വരുമ്പോൾ Because when Jesus comes, കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ട് in the twinkling of an eye, നമ്മുടെ ശരീരം രൂപാന്തരപ്പെടേണ്ടതാണ്. because our body must be transformed. ഇപ്പോൾ ആ ശക്തി നിന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. Right now the power is working upon your body. അതെ, മരണത്തെ ജയിക്കുന്ന ശക്തിയാണ് നിന്നിലുള്ളത്. The power that you have within you is able to overcome death. ആ ശക്തി നിന്റെ മേൽ ഇറങ്ങുമ്പോൾ When that power comes upon you, നിന്റെ ശരീരത്തിലെ രോഗക്കെട്ടുകൾ അഴിയാൻ പോകുകയാണ്. all the bindings of sickness will be loosened. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നാട്ടെ. You continue to be in prayer. ദൈവത്തെ വിളിച്ചുകൊണ്ടേ ഇരുന്നാട്ടെ. Keep on calling upon the Lord. വിശ്വാസത്തോട് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. By faith, keep praising God. യേശുവിന്റെ രക്തത്താൽ എനിക്ക് ജയമെന്ന് പറഞ്ഞാട്ടെ. Keep saying, by the blood of Jesus, I have victory. വിശ്വാസത്തോട് With faith. യേശുവിന്റെ വസ്ത്രത്തിന്റെ അറ്റം തൊട്ടപ്പോൾ When she touched the hem of the garment of Jesus, വൈദ്യന്മാർക്ക് അസാധ്യമായതിനെ what was impossible by the physician, ദൈവശക്തി സാധ്യമാക്കി കൊടുത്തു. the power of God turned it possible. ഇന്ന് രാത്രി Tonight, ഇപ്പോൾ right now, ദൈവശക്തി the power of God അത് അസാധ്യങ്ങളെ സാധ്യമാക്കി is കൊണ്ടിരിക്കുകയാണ്. turning all the impossible things possible. പല ദൈവമക്കളെയും അത് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. And it's touching many children of God. പല ശുശ്രൂഷകരെയും ആ ശക്തി ഇന്ന് രാത്രി തൊട്ടുകൊണ്ടിരിക്കുകയാണ്. That power is touching many servants of God tonight. നാളുകളായി നിന്റെ ശരീരത്തിലെ രോഗശക്തി നിന്നെ വിട്ട് ഓടിപ്പോകുന്നു. What the sickness which was for many days is fleeing from you. മനുഷ്യർക്ക് അസാധ്യം, It is impossible with man, എന്നാൽ ദൈവത്തിന് സാധ്യമാണ്. but all things are possible with God. താമസമില്ല, യേശു വരും. Very soon our Jesus will come. യേശു വരാനായി Our Jesus is coming soon. പറന്നുയരുവാൻ പോകുകയാണ്. And we are going to fly away. വിശ്വാസ കണ്ണുകളാൽ By the eyes of faith, നാം അവനെ കാണാൻ പോകുകയാണ്. we are going to see ആ him. പ്രത്യാശയുള്ളവർ All those who have that faith, ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാൽ, in the spirit praise God. ദൈവത്തെ ആരാധിച്ചാൽ, You worship the Lord. അതേ നിരാശകൾ മാറുന്നു. Let all the discouragement depart. പ്രത്യാശയാൽ അനേക ഹൃദയം നിറയുകയാണ്. Many hearts are filled with hope. സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എന്റെ ഉള്ളം സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എന്റെ ഉള്ളവനന്ദിക്കുന്നേ. തുള്ളിക്കളിച്ചെന്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. തുള്ളിക്കളിച്ചെന്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എന്റെ ഉള്ളവനന്ദിക്കുന്നേ. സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എന്റെ ഉള്ളവനന്ദിക്കുന്നേ. തുള്ളിക്കളിച്ചെന്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. തുള്ളിക്കളിച്ചെന്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ.
സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എന്റെ ഉള്ളമനന്ദിക്കുന്നേ. സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എന്റെ ഉള്ളമനന്ദിക്കുന്നേ. തുള്ളിക്കളിച്ചെന്റെ സന്തോഷരാജ്യത്തെ വേഗം ചേർന്നിടുമേ. 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 തുള്ളിക്കളിച്ചെന്റെ സന്തോഷരാജ്യത്തെ വേഗം ചേർന്നിടുമേ.